Hi guys. So we are Symmetry, and that's also our Instagram channel name. So before this video starts, I highly recommend that you go follow our page for more updates. So we are here for this call to discuss the release of our song and for promoting it. The song is called Elevate, and we haven't done something like this before in the past. So we always wanted to do it, like just sit and discuss stuff about ourselves, about our song, how we actually make our songs, write it, the process of it, and some jokes in between. So yeah, I mean, without much ado, I'd like to just go back to how our band actually started, like how Symmetry came into being. So I think the best person and the longest standing member here will be the most able to be able to comment on this. So Sanil. You put him on the spot. Yeah, I switched to Malayalam, bro. Yeah, of course, So, go ahead. yeah, I think എന്തോ ഒരു 2011 ആക്ച്വലി ബാൻഡ് തുടങ്ങിയത്. സോ ഐ ജസ്റ്റ് ഫിനിഷ് സ്കൂൾ 12th കഴിഞ്ഞിട്ട് ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു ലൈക്ക് ഐ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട് ഹു വാസ് എ വോക്കലിസ്റ്റ്. അവനൊരു ബാൻഡിന് എന്നെ ബേസ് വായിക്കാൻ വേണ്ടി വിളിച്ചു. സോ ഐ വാസ് This is പ്ലേയിങ് Arka, right? ആർക്ക. Okay. സോ ആ ബാൻഡിന്റെ പേര് ഇൻസ്ക്രിപ്റ്റ് എന്നായിരുന്നു തോന്നുന്നത്. അതില് മറ്റേ പണ്ടത്തെ പേർപ്പിൾ ബ്ലഡിന്റെ ഗിറ്റാറിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ബാബു എന്ന് പറയുന്നത്, പിന്നെ ബ്രൂട്ടൽ എന്ന് പറയുന്നത്. ബട്ട് എനിവേ വി പ്ലേഡ് എ ഗിഗ് ഇൻ പേർപ്പിൾ ലോഞ്ച് ട്രിവാൻഡ്രത്ത്. Okay. ആ ഗിഗില് ഞങ്ങളല്ലാതെ വേറെ ലൈക്ക് മേ ബി 3 other bands 4 other bands ഉണ്ടായിരുന്നു. നോട്ട് വെരി പോപ്പുലർ ബാൻഡ്സ്, അവിടുത്തെ ലോക്കൽ സീനിലുള്ള. സോ ആഫ്റ്റർ എനിക്കൊന്ന് ഓപ്പണിംഗ് ബാൻഡ് ആയിരുന്നു. ഞങ്ങൾ പ്ലേ ചെയ്തു, വെന്റ് ഓഫ് സ്റ്റേജ്. പിന്നെ ഐ വാസ് ജസ്റ്റ് ഹാങ്ങിങ് അറൗണ്ട് ആ ഏരിയയില്. അപ്പം ദിസ് റാൻഡം ഗൈ കെയിം ആൻഡ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു മീ. എന്നിട്ട് he basically, I don't know what we talked, but he took my number. എന്നിട്ട് this is right after school. So അത് കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ ചേർന്നു. It's been few months at that point. Like, so if I may interrupt, what did you guys play there? അത് ഭയങ്കര സോ ഡിക്കാപിറ്റേറ്റഡ് എന്ന് പറയുന്ന ഒരു ഡെത്ത് മെറ്റൽ ബാൻഡ് ഉണ്ട്. അതിന്റെ ആ ബാൻഡിന്റെ ഒരു പാട്ട് സ്ഫിയേഴ്സ് ഓഫ് മാഡ്നസ്. ഇറ്റ് വാസ് ഡെത്ത്, ടെക്നിക്കൽ ഡെത്ത്, എക്സ്ട്രീം ഡെത്ത്, അങ്ങനത്തെ ഒരു ടൈപ്പ് ബാൻഡ്. എന്നിട്ട് സോ ദിസ് ഗൈ കോണ്ടാക്ട്സ് മീ അഗൈൻ. എന്നിട്ട് ഞാൻ കോളേജിൽ ആക്ച്വലി ആദ്യം പോയത് ഭയങ്കര ഹൈ ഹോപ്സ് ആയിട്ടൊക്കെയാ. കോളേജ് അടിപൊളിയായിരിക്കും, പിന്നെ അവിടെ കുറെ ബാൻഡ് കാണും, ഞാൻ ആ ബാൻഡിൽ കയറും, പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു എന്റെ പെർസെപ്ഷൻ കോളേജിന്റെ. ബട്ട് അവിടെ ഒന്നുമില്ല. അവിടെ ബാൻഡുകൾ കൊള്ളത്തില്ലായിരുന്നു. എന്തോ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഞാൻ ബേസിക്കലി അവിടുത്തെ മ്യൂസിക് സീനുമായിട്ട് കോളേജിലെ. ഓ ഈവൻ കോണ്ടാക്ട് ചെയ്തു. ഇത് ആബി ആയിരുന്നു, ഞാൻ മീറ്റ് ചെയ്ത ആള് ആബി ആയിരുന്നു. അപ്പം പുള്ളി എന്നെ വീണ്ടും മെസ്സേജ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് എന്തായാലും ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രത്ത്, എന്റെ കോളേജ് ട്രിവാൻഡ്രത്ത് പോലും അല്ല. സോ ബാക്ക് ഹോം ട്രിവാൻഡ്രത്ത് വീണ്ടും ഒരു ബാൻഡ് തുടങ്ങാന്നുള്ള ഒരു ഇത് ആ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തി. ആബിയെ ഒരു പ്രാവശ്യം ഞാൻ പോയി മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സോ മീറ്റ് ചെയ്തപ്പോ ആബിക്ക് ഗിറ്റാറൊക്കെ വായിക്കാനൊക്കെ അറിയാം. അവനിങ്ങനെ ലൈക് മ്യൂസിക് ടേസ്റ്റ് ഭയങ്കര സിമിലർ ഒന്നും അല്ല, ബട്ട് സം ഓവർലാപ്പ് ഉണ്ട്. അപ്പം വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാവും. പിന്നെ ആബിക്ക് അന്നേരം എനിക്കൊന്നൊരു ചെറിയൊരു ലൈക്ക് ഒരു ഓൺ കോമ്പോസിഷൻ പോലെ നമ്മുടെ ഡാർക്ക് സെറനിറ്റിയുടെ ഒരു അതാണോ എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എന്താന്ന്. ബട്ട് ഇതാണ് ബേസിക് തുടക്കം. സനിലിന് അവിടെ ബാൻഡ് ഉണ്ടായിരുന്നില്ലേ ഇൻ കോളേജ്? അതൊക്കെ ഭയങ്കര ലേറ്റർ ആണ്. ഇത് ഫസ്റ്റ് ഇയർ, ഇത് ഞാൻ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമിസ്റ്റർ കാര്യമായി പറയുന്നത്. സോ അതൊക്കെ ഞാൻ തേർഡ് ഇയർ ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ആ ബാൻഡ് ഒക്കെ
വന്നു തുടങ്ങിയത്. അപ്പൊ ആബി മീറ്റ് ചെയ്യുന്ന സമയത്ത് സനിൽ ആബി മാത്രമേ ഉള്ളൂ ഈ ഒരു ഐ മീൻ ഐഡിയ സംഭവം നിങ്ങൾ രണ്ടുപേരും? അപ്പൊ ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു അന്നേരം. അപ്പൊ ഞാൻ ആബിയുടെ വീട്ടിൽ പോവും ഈ വീക്കെൻഡ്സിൽ. കോളേജ് വേറെ സ്ഥലമായതുകൊണ്ട് വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പം വീക്കെൻഡ് ട്രിവാൻഡ്രം പോകുമ്പോൾ ഞാൻ ആബിയുടെ വീട്ടിൽ പോവും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ജാം ചെയ്യോ. ആബിക്ക് കുറച്ച് റിഫൊക്കെ ഉണ്ടായിരുന്നു, അവനിങ്ങനെ കാണിച്ചു തരും. പിന്നെ ആബിക്ക് കുറെ ഗിയർ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ പറ്റി നമ്മൾ സംസാരിക്കും. ബട്ട് ബേസിക്കലി അതായിരുന്നു. അങ്ങനെ നമ്മളൊന്നും വേറെ ഇന്റൻഷൻ ഒന്നുമില്ല. എന്തായാലും സനില് ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ ടോമിനൊരു കള്ളച്ചിരി. കള്ളച്ചിരി സനിൽ ആക്ച്വലി ഞാൻ സനിലിനെ ആദ്യം കൃഷ്ണനുണ്ണി വഴിയാണ്. കൃഷ്ണനുണ്ണി എന്റെ കോളേജിലെ എന്റെ ക്ലാസ്മേറ്റ്, പുള്ളിയാണ് എനിക്ക് ആക്ച്വലി പറഞ്ഞത് സനിൽ. ആൻഡ് പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സനിൽ ഗിറ്റാറിസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ മനസ്സിൽ സനിൽ ഫസ്റ്റ് ഗിറ്റാറിസ്റ്റ് ആണ്. പിന്നെ ബാൻഡ് ജോയിൻ ചെയ്തപ്പോ ആബിയാണ് പറഞ്ഞില്ല സനിൽ ഡ്രംസ് വായിക്കുന്നു. വെറുതെ ചുമ്മാ സ്വിച്ച് ചെയ്തോ ഡ്രംസിലേക്ക്. അപ്പൊ ആബി എന്താ പറഞ്ഞു? ആബി എന്താ പറഞ്ഞിട്ട് അറിയോ? ഓ അവൻ വായിച്ചോളൂ. ഈ ടോം കഥ പറയാം. അതാണ് അതെപ്പോഴാണ് ടൈം ലൈൻ? ടൈം ലൈൻ എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഐ തിങ്ക് തേർഡ് ഇയർ ആയിരിക്കും, 2013. സോ എന്തായാലും ഈ ടൈമില് ഞാൻ ആബിയെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊരു ബാൻഡ് ഒക്കെ ഉണ്ടാക്കി. ബട്ട് അത് സിമെട്രി അല്ലായിരുന്നു, നമുക്ക് വേറെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് ഒറിജിനൽസ് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ആ ബാൻഡ് പേര് എത്തീറിയൽ എന്നാണ് എന്റെ ഓർമ്മ. പറഞ്ഞിട്ടുണ്ട്. That's how I met you guys. ടോം അല്ല നെക്സ്റ്റ്. ബട്ട് ആ ബാൻഡ് വിത്ത് ആകെ ഞാനും ആബിയും മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ബാക്കി മെമ്പേഴ്സ് എല്ലാം വേറെ. വി പ്ലേഡ് ഒരു ഷോ പ്ലേ ചെയ്തുള്ളെന്നാ തോന്നുന്നു ആ ലൈനപ്പ് വെച്ച്. എന്നിട്ട് ആ ഷോയിലാണ് നീലി വന്നത്. ബട്ട് നീലി ആബിയാണ് ആദ്യം മീറ്റ് ചെയ്തത്. അത് നീലി പറഞ്ഞതാണ്. Oh, I don't know. That was the only show you guys played. I thought that was like a series of shows, and I just showed up in the middle. No. ആ ലൈനപ്പ് വെച്ച് ആ ഒരു ഷോ ഉള്ളായിരുന്നു എനിക്ക്. So how I met you was like I was just in my residence. I mean, in my Kananagar at home, and then one of my friends had a mutual friend, which was Brian, who was playing drums for you back then. And then he was like, "This is playing at Trivandrum Club. Appo poi kaanam." And we went there, and we were surprisingly early. And that's when I saw you and Abby. And first thing I noticed was Paul Alander PRS guitar. So I was like, okay, this band has credibility. So this is nice. And then like you were doing the sound check and everything. And I think you did Carnival of Rust, right? And then something else. Did you do with it? I'm not sure. I think you did with it. with it Carnival of Rust. എനിക്കൊന്ന് ദിസ് ഇസ് ഹൗ ആബി എല്ലാരെയും ബാൻഡിലേക്ക് ഗിയർ കാണിക്കാതായി തന്നെ. PRSഉം ടൈലറും എല്ലാം കൂടെ. അല്ല ടൈലർ ആ സമയത്ത് ഇല്ലായിരുന്നു. ശരിയാണ്. സോ ഞാൻ ആബിയെ മീറ്റ് ചെയ്തപ്പോ ആക്ച്വലി ആബിക്ക് മറ്റേ പോൾ എലണ്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അക്കോസ്റ്റിക് ഗിറ്റാർ ഉണ്ടായിരുന്നു. That's it. അത് കഴിഞ്ഞാണ് മറ്റേ HD500 വാങ്ങിച്ചത്. പിന്നാണ് ആംബ്. So I met you guys there, and then later I also found out that you're gonna record with by Dream Theater at a studio. And so I was like, okay, great. And I'd only just started getting into prog at that point, just exploring stuff from like Metallica and all those, switching over. And at that recording, I saw like, I think that's where I actually spoke with you. I didn't really talk to you much before that, Sandil. So yeah, you doing the drums and the guitar tracking. And then otherwise, it was mostly just me, like becoming friends with Abby and then chilling at his house. I think that's like a common story for a lot of us.
chilling there, playing guitar and mostly dream theater. And he introduced me to gent, which was very interesting. So it was like, okay, there was always a very nice competitive spirit there in that household. So like, oh, can you play this? Can I play this? And so it was like, go try Icarus Lives. I was like, okay, fine. And yeah, that it was like, okay, this opened a whole new door towards that genre of music. And then eventually, like, Sanil used to come over and then start working on the computer. And yeah, that's where it went on. And then it goes to Tom. But I never saw you there. Yeah, you were there when, like, a year after I was there. Because I think I had my exams and stuff, and Are Symmetry when you came. Okay. Mealy, I'm just doing this for the record, but who's your favorite band? What's my fuck? Periphery. It's not gonna be my answer. Periphery, right? So who introduced you to Periphery? Savvy. Yeah. Anyway. Okay. Tom. അപ്പൊ ആക്ച്വലി അപ്പൊ ഈ മറ്റേ ലൈനപ്പ് കഴിഞ്ഞിട്ട് ഫുള്ളി ചേഞ്ച് ആയി. സോ ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് പോയി. അന്നേരമാണ് വി ആർ സെർച്ചിങ് ഫോർ എ ഗിറ്റാറിസ്റ്റ്. എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് കൃഷ്ണനെ ടോമിന്റെ ക്ലാസ്. സോ കൃഷ്ണമണി വഴി ഞാൻ വെറുതെ ചോദിച്ചാ, റാൻഡംലി ഞാൻ കൃഷ്ണമണിയോട് ചോദിച്ചു ഇങ്ങനെ ഗിറ്റാറിസ്റ്റ് എല്ലാം അറിയാം. അപ്പൊ അവൻ പറഞ്ഞു ഗിറ്റാറിസ്റ്റ് അറിയാം, ബേസിസ്റ്റ് അറിയാം. എന്നിട്ട് ടോമിന്റെയും ആദിയുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ടോമിന്റെ വീട്ടിലോട്ട് വന്നു. അതാണ് ഫസ്റ്റ് മീറ്റപ്പ്. സനിലിന്റെ വീട്ടിൽ പോയി. എനിക്ക് ഓർമ്മയുണ്ട്, സനിലിന്റെ വീട്ടിൽ പോയിട്ട് സനില് കുറെ പാട്ട് കേൾപ്പിച്ചു. ആദ്യം കുറെ പെരിഫറിയും ജോൺ പെട്രൂച്ചിയുടെ ഗസ്റ്റ് സോളോ ഒക്കെ ഉള്ള ഒരു പാട്ടുണ്ടായിരുന്നു, അതൊക്കെ കേൾപ്പിച്ചു. പിന്നെ ഡാർക്ക് സെറനിറ്റിയുടെ റിഫ് ഫസ്റ്റ് ടൈം അത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് ഒരു ഓഡിഷൻ പോലെ ആയിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അല്ല, സോ അറ്റ് ദാറ്റ് പോയിന്റ് നമുക്ക് റിഫ് ഉണ്ടായിരുന്നു. ഈ ഡാർക്ക് സെറനിറ്റിയുടെ ഫസ്റ്റ് റിഫ് അല്ലെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ബട്ട് ഫുൾ സോങ് ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനെ പ്ലേ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു, ഫുൾ സോങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ റിഫ് ഞാൻ എന്തോ കാണിച്ചു തന്നെന്ന് തോന്നുന്നു. എന്നിട്ട് വായിക്കാൻ ലൈക്ക് ഇത് കംഫർട്ടബിൾ ആണോന്ന് അറിയാൻ വേണ്ടി. ബിക്കോസ് ടോം വായിച്ചോണ്ടിരുന്ന മ്യൂസിക് അതിന്ന് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയാ. ആക്ച്വലി എനിക്കത് ഭയങ്കര ഇതായിരുന്നു. പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തപ്പോ എന്റെ കൂടെയുള്ള എല്ലാരും ഇങ്ങനെ ഞാൻ കേൾക്കാത്ത സാധനമാണെല്ലാം, ഫുൾ ഡിഫറെന്റ് ജോണർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ കേട്ടോണ്ടിരുന്നേ ഞാൻ ഇതുപോലെ തന്നെ ഈ മെറ്റാലിക്ക പിന്നെ മദർ ജെയിൻ ആ സീനില്ലേ, ഞാൻ അതിലായിരുന്നു. അതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ സിമെട്രി ജോയിൻ ചെയ്ത് പിന്നെയാണ് സനിലും ആബിയൊക്കെ കൂടി പോളിറിതും അത് സനിലിനെ മീറ്റ് ചെയ്തിട്ട് പിന്നെ ആബിയായിട്ട് മീറ്റപ്പ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് തന്നെ പുള്ളിക്ക് വന്ന ആ സമയത്ത് ഓൺ ദ ബാക്ക് ഓഫ് ഏഞ്ചൽസ് എന്തോ സോളോ എന്തോ അത് പഠിച്ചോണ്ടിരിക്കുകയോ അത് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ എന്താ. അപ്പൊ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു, പക്ഷെ അയൺമേഡിന്റെ കുറച്ച് സോങ്സ് അറിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ജാം ചെയ്തു. പിന്നെ അങ്ങനെ പയ്യെ ഫുൾ ടൈം ആബിയുടെ അവിടെ ആയി. പിന്നെ സനിൽ റെഗുലർലി വരാൻ തുടങ്ങി. സനിൽ കോളേജിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരും. എന്നിട്ട് ചില ദിവസമൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോലും പോകില്ല, നേരെ ആബിയുടെ വീട്ടിലേക്ക് വരും ജാം ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതാണ് എന്റെ സ്റ്റോറി ആക്ച്വലി. ഈ ബാൻഡില് തുടങ്ങിയതൊക്കെ അങ്ങനെയായിരുന്നു. തേർഡ് ഇയർ സിറ്റിയില് ഉണ്ടായിരുന്നു. ബാൻഡ് പേര് റാഗ്നറോക്ക്. എന്നിട്ടും പെരിഫറി അറിയത്തില്ലായിരുന്നു? ഇല്ല അറിയില്ലായിരുന്നു. അത്
ഞങ്ങൾ Raghav is നാലുപേരുണ്ട്. like common name അല്ലേ? ആക്ച്വലി P2 ഇറങ്ങിയത് ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു. അതിന് സമയത്താണ്. മുന്നേ ശരിയാണ്. പേരിട്ടെന്ന് തോന്നുന്നു. ആദിത്യ എന്റെ കൂടെ ആയിരുന്നു, ആ ബാൻഡിലായിരുന്നു, ബേസിസ്റ്റ് ആയിരുന്നു. ഞാൻ ആദിത്യയുടെ പടമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അയക്കാന്നൊക്കെ വിചാരിച്ചത് നടക്കണില്ല. സ്ക്രീനിൽ ഇങ്ങനെ ഇതാണ് ആദിത്യ. ആദിത്യയും ടോമും പാക്കേജ് ഡീലായിരുന്നു, രണ്ടുപേരും. അല്ല, ഞാൻ വന്നേ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ആദിയുടെ മേ ബി സനലിന് ഓൾറെഡി ആദിയുടെ കോണ്ടാക്ട് കിട്ടിയായിരിക്കും. പക്ഷെ എനിക്കൊന്ന് ആബിക്ക് എനിക്കൊന്ന് ആബിക്ക് അറിയില്ലായിരുന്നു. അയച്ചെന്നാ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം മെസ്സേജ് അയച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം ഇങ്ങനെ ലൈക് ടെക്സ്റ്റ് വഴി എന്തൊക്കെയോ പറഞ്ഞു. ബട്ട് അവനായിട്ട് ഇങ്ങനെ ഈ ടോം വീട്ടിൽ വന്നില്ല, അതുപോലത്തെ സെഷൻ ഒന്നും ഇല്ലായിരുന്നു. അതെനിക്ക് ആബിയാണ് അവൻ മീറ്റ് ചെയ്തത്, അങ്ങനെ എന്തോ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ആദ്യം ആ ടൈമില് കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു പുള്ളി. ഈ റിലേറ്റഡ് പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് അപ്പം അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല അവനെ അങ്ങനെ ആദ്യത്തെ ടൈമിൽ. ഞാൻ അന്നത്തെ ലൈനപ്പ് ട്വിങ്കിളൊക്കെ ആയിരുന്നു. ട്വിങ്കിള് ആയിരുന്നു വോക്കലിസ്റ്റ്. അല്ല, ട്വിങ്കിളിനൊക്കെ മുന്നേ അല്ല അഭിഷേകിനെ ഞാൻ ട്വിങ്കിളിന് മുന്നേ അത് ട്വിങ്കിൾ കഴിഞ്ഞിട്ടാണോ അഭിഷേക്? കഴിഞ്ഞിട്ടല്ലേ? എന്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ട്വിങ്കിൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. Like I was in final year when first I think Symmetry was looking for a keyboardist. Appam same thing, like Abby asked Krishnuni, and Krishnuni told I have a junior who plays keyboard in CET. His name is Vivek, and he stays like I mean our house was just 1 kilometer away from Abby's house. ഞാൻ വിവേകിന്റെ കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു ആബിയോട്. നീയാണോ പറഞ്ഞേ? I knew Vivek സ്കൂളിൽ നിന്ന്. Oh yeah. Correct. Okay, I think you told about Vivek. Correct. Yeah, and then Vivek came and joined Symmetry, and I don't know if he played any gigs or anything, but എന്തോ കുറച്ച് ട്രാക്ക് പ്ലേ ചെയ്തായിരുന്നല്ലോ മറ്റേ ആ ഒരു കോമ്പറ്റീഷൻ. അഭിഷേക് അതാ ഞാൻ വന്നത്. അപ്പം അതിന് വിവേക് വന്നിട്ട് വിവേക് വാസ് ലൈക്ക് tracked strings or pad or for I don't know which song, not DS anyways, some other song I think he tracked. Appo Vivek poi Abide DS alla ES aano ES ആയിരിക്കാം. ES ആണെന്ന് തോന്നുന്നു. Yeah. അപ്പം അത് കഴിഞ്ഞിട്ട് വിവേക് I mean same thing, Vivek when he went to Abby's house, he was like blown away by the gears and all that stuff. And Vivek ended up വീട്ടിൽ നിന്ന് പറഞ്ഞു, bro, you should see this guy's house, go there. ഭയങ്കര കിട്ടിലാണ്, like you have full freedom to jam. It's like a studio. ആ സമയത്ത് it was still a dream for all of us to have a home studio of our own. Home studio, correct. Yeah. അപ്പം if anything, if you want to record professionally, you have to go to SS Studio, and they charge you like 500-600 per hour, even in those times. Well, like we can go to Abby's house, we can record anything and all that stuff. And he just told me to go to Abby's house and meet him and kind of thing, because you guys will vibe along and like Vivek varnu. And next time when Vivek went, I tagged along to Abby's place. Then Abby was like I mean was asking me questions like, do you play guitar, do you sing and all that stuff. So I told I do a little bit of vocals. That time Twinkle had left the band or something like that. Abby was like, and he did a vocal recording with another vocalist, but he was not quite happy with that. So he was like, do you mind? I mean, it was kind of like an audition, like show me what you can do, kind of thing. I don't know which song I sang and all that stuff. He was like, okay, good. I have a song. Can we sit and compose? അങ്ങനെയാണ് ഞങ്ങള് ഡാർക്ക് സെറനിറ്റിയുടെ ക്ലീൻ സെക്ഷനിൽ that song was actually full growls, I think, initially. Yeah. And he was like, can you like try adding some tune to it? Then we both sat down one day, me and Abby, and then composed the vocal section of it. The clean section of it. I don't know how to growl and all that. Then he liked it. Then we recorded it at Abby's place itself initially, I think. Then Abby was like, I'll show.
അഭിഷേക് ആണോ ഈ കോറസ് DS-ന്റെ കമ്പോസ് ചെയ്തത്? Yes. Me and Me Abby for- together. Ah. I was speaking. Yes. Okay. Me and Abby together. Okay. Abby, when he showed me DS initially, it was full crowds. I don't know who had sang it. Like it was full crowds. Steve. Steve, yeah. Oh, Steve, yeah. yes. Name all the time. So Oh, he was like, yeah. I don't want this song to be full growls. I want like clean sections of it. Take these lyrics and try to come up with clean sections. And then I came up with the initials one thing, but then we back and forth. Abby in a tweak, and finally we came up with something that we were both happy about. And we recorded it, and Abby was like, I need approval from one person. I was like, Adara, you will meet him next time. Adara, Sanil. Because at our time, like, there was a norm called, like, whatever we compose, Sanil will come in the weekend. And if he says, Matikyo, then we are fine. And most often he does. സനിൽ എങ്ങനെയാ നമ്മള് തല വെച്ചിരുന്ന് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോ അത് ശരിയാണ്. It's too basic. So like I heard about this name, Sanil, Tom. Then Abby told me like there's a guitarist called Tom. Like you'll be blown away by. I liked. The Abby the Dream Theater part Back of Angels. Then he used to play that on the Back of sweet picking stuff. I was like, fuck, I've never seen somebody sweet picking like in real time. Like I've seen videos of people doing it. Abby was like, hey, there's someone who does much better than me. You'll meet him. I was like, much better than this. I was like, wow. I knew all about you guys through Abby, and then I think one day Abby called me and told, dude, I made Sanil listen to this. Sanil liked it, and next time we are all getting together. Why don't you come along? And then the first time I met Sanil, Tom, Neeli, and Adi. By that time, Vivek had left from the band, I think because of so many other things. Then I came. Then we started rehearsing for either IIST. No, previous to IIST, I think it was either. We did a cover gig, no? That small venue. Nirvana Lounge. Yeah. We started practicing for the cover gig, I think. This was way after IIT and all that, right? Sarang and Yeah, I don't think either at time Okay. Then IIST was the first gig, I think. Yeah, IIST but the first and last gig. I remember you being there at IIST, and I remember that. Yeah. IIST video adile Abhishek singer ആയിട്ടുണ്ട്, വിവേക് കീബോർഡിസ്റ്റ് ഉണ്ട്. വിവേക് ഉണ്ട്. അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. After that, I think IIST യുടെ gig കഴിഞ്ഞിട്ടാണ് next gig was IIT. No, you guys are going for that carnival. I think in IIT Madras, and you had a gig there, alle? Was it in that order? Something like that. Yeah. Because at that time I couldn't make it because my exams had started, final year exams, and that's when Roshan took over. So right. Yeah, interesting. അല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഈ IIST ഗിഗില്ലേ അഭിഷേക് പാടിയ, that's where I met Roshan for the first time. Yeah, exactly. Yeah, because Roshan അവിടെ ഓഡിഷൻ ഒരു കോമ്പറ്റീഷൻ ചെയ്യായിരുന്നു. Correct. And he recorded the video. Roshan recorded the video. Correct. റോഷൻ ജയിച്ചില്ലേ ആ കോമ്പറ്റീഷൻ? എനിക്ക് ഓർമ്മയുണ്ട്. സോ നീലി വഴി നമുക്ക് വോക്കലിസ്റ്റ് ഇല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു അഭിഷേക് he was leaving after this gig. അത് നമുക്ക് അറിയായിരുന്നു previously. സോ അങ്ങനെയാണ് നീലി പറഞ്ഞു ഇങ്ങനെ I know this guy. It's not I know this guy. We've had a band we had that going for the whole time. It was called Cult, and we were a huge thing. So yes, and then so ഇത് ഈ യൂഷ്വലി എന്താ നമുക്ക് ഓഡിഷൻ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ബട്ട് റോഷന്റെ ഞാൻ ആദ്യമായിട്ട് കണ്ട അവൻ ആ കോമ്പറ്റീഷൻ തന്നെ പാടുകയാണ്. പിന്നെ വേറൊന്നും ആവശ്യമില്ലല്ലോ.
But yeah, funny one thing more was, thing was- I was singing Daughtry and all for that. And then that is an audition. സ്കില്ല് മാത്രം നോക്കിയാ പോരെ, എന്തും പാടാല്ലോ. And he knew growls. Abhishek. That is one another like Abby was looking for a vocalist who knew both growls and clean singing. Oh, Yeah, that I that didn't know. Yeah. That was an added advantage, huh? Oh. ബിക്കോസ് ആദ്യത്തെ വോക്കലിസ്റ്റിനൊന്നും സോ ദ ഫസ്റ്റ് വോക്കലിസ്റ്റ് സ്റ്റീവ്, പുള്ളി രണ്ടും ചെയ്യായിരുന്നു. ബട്ട് സ്റ്റീവിന് ഗ്രൗള് എന്താ പറയുന്ന ചെയ്യുമെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യും, പക്ഷെ ഇഷ്ടമല്ല ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ രണ്ടാമത്തെ വോക്കലിസ്റ്റ് ട്വിങ്കിള് ഗ്രൗള് ചെയ്യത്തില്ല. നമ്മൾ കുറെ ശ്രമിച്ചു, നടന്നില്ല, കണ്ടക്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര വോക്കലിസ്റ്റാ. ഇവന്റെ ടോമിന്റെ കോളേജിൽ തന്നെയായിരുന്നു. ലൈക് ഫിനോമിനൽ വോക്കലിസ്റ്റ്, ഒരു ഡൗട്ടും ഇല്ല. ബട്ട് ഗ്രൗള് ചെയ്യത്തില്ല. പിന്നെ വേറെ പിന്നാണ് അഭിഷേക് വന്ന്. അഭിഷേക് ആ ടൈമിൽ ഗ്രൗൾ ചെയ്യുമായിരുന്നു, എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്റ്റേജ് ചെയ്തില്ലേ? പക്ഷെ ചെയ്തില്ല. ഫുൾ ക്ലീൻസ് ആയിരുന്നു. ഇല്ല ഫുൾ ക്ലീൻസ് ആയിരുന്നു. The IST gig didn't have any growl sections. Ella clean ആയിരുന്നു. Even Dark Serenity was clean. Then we played ES, I think. ES was also clean. TFA, I think. Dot ഒറ്റ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളൂ, അത് അവിടെയാണ്. ഞാൻ അന്ന് ഡോട്ട് കേട്ടിട്ടാണ് ഞാൻ ഫ്ലിപ്പായി. ഞാൻ അന്ന് കേട്ടിട്ട് ഇത് ഏത് പാട്ടാണ്, മറ്റേ കാച്ചി സെക്ഷൻ അതെന്താണെന്നൊക്കെ. പിന്നെ റോഷന്റെ കാര്യം പറ. റോഷനപ്പം so ഞാനിങ്ങനെ I knew that Neeli and I were pretty close from school itself. അപ്പം like I knew that he was talking to Abby and he's playing for this band. അങ്ങനെ ഇവനാണ് ജെൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്ക് ആ സമയത്ത് നമുക്ക് I think it was 10th ഒക്കെ ആയിരുന്നു, അത് 10th 11th സമയത്തൊക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പം പെരിഫറിയും ഭയങ്കര കിടിലായിരുന്നു. നമ്മൾ ഓൾറെഡി ലൈക്ക് ഈ മെറ്റാലിക്കയും അയൺ മെയ്ഡനൊക്കെ കേട്ട് വന്ന് പോർക്ക് പൈൻട്രി വഴി ഡ്രീം തിയേറ്റർ ഒക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി അപ്പോഴാണ് പെരിഫറി ഒക്കെ കിട്ടണേ. അപ്പൊ നമ്മൾ ഈ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോ ഫുൾ പെരിഫറിയും ബിൽ ചാർട്ടൊക്കെ കേട്ടോണ്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം അടിപൊളി ചൈൽഡ്ഹുഡ്. I wouldn't change a thing about it. അതും ഫ്ലിപ്പാണ്. അതൊരു MP3 പ്ലെയറേ ഉള്ളൂ കേട്ടോ. മറ്റേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോ നെക്സ്റ്റ് ഒക്കെ ആവണേ. അപ്പൊ ഇങ്ങനെ പാട്ട് കേൾപ്പിക്കണമെങ്കിൽ ഇങ്ങനെ അവൻ ഫുൾ ഇയർഫോൺ ഒക്കെ എടുത്ത് തരണം, ഇത് കേട്ടു. സീനായിരുന്നു. അപ്പൊ അങ്ങനെ സോ ഐ ന്യൂ ദാറ്റ് ഹി വാസ് പാർട്ട് ഓഫ് ദിസ് ബാൻഡ് ആൻഡ് ഇൻഫാക്ട് വി ഹാഡ് പ്ലേഡ് ദിസ് പ്രാങ്ക് ഓൺ ഹിം. മൈ ലൈക് വേറൊരു വോക്കലിസ്റ്റും ഞാനും ഉണ്ടായിരുന്നു സ്കൂളില്. അപ്പം നമ്മള് we just pretended that we are Abby from Symmetry and then we messaged him and then we said എടാ ഒരു ഗിഗ് വരുന്നുണ്ട്, അതിന് നീ ഒപ്പത്തിന്റെ ഹാർലക്കിൻ ഫോറസ്റ്റ് പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. And I'm replying to him on my mom's phone because I didn't even have a phone then. എന്നിട്ട് ഇവൻ ഹാർലക്കിൻ ഫോറസ്റ്റ് ഒക്കെ ഇരുന്ന് പഠിച്ചു തുടങ്ങി. സീനായിരുന്നു. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എടാ ഇല്ല നമ്മുടെ ആയിരുന്നു. ഈ കഥയൊന്നും എനിക്കറിയത്തില്ല, ഇതെന്തത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് then he told me that we are playing for Dhanak. അപ്പം ലൈക്ക് ഇങ്ങനെ വോക്കലിസ്റ്റ് പോകുന്നുണ്ട്. അപ്പം വി ആർ ലുക്കിംഗ് ഫോർ വോക്കലിസ്റ്റ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ബാൻഡ് കയറണം. സനിലിനെ പോലെ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇയർ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ എം ലൈക്ക് എന്തെങ്കിലും ബാൻഡ് കയറണം. ഞാനും അവിടെ അതേപോലെ ലൈക്ക് ഐ വെന്റ് ടു കോളേജ് ആൻഡ് ഗോട്ട് ഡിസപ്പോയിന്റഡ്. ആരും മെറ്റൽ കേൾക്കുന്നില്ല, റോക്കായിട്ട് ചെയ്യുന്ന ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ സീൻ. ഐ ഡിഡ് മൈ കോളേജ് ഇൻ ചെന്നൈ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഡെസ്പായിരുന്നു ആദ്യം. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നീലി എന്ന് പറഞ്ഞ് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം പറഞ്ഞല്ലോ ഗിഗ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ എന്നൊക്കെ. അപ്പൊ കുഴപ്പമില്ല, എന്നാലും മെറ്റൽ വായിക്കാൻ പറ്റുമല്ലോ, പാടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ധനക്കിന് വരുന്നത്. ആൻഡ് ധനക്കിന് ഐ തോട്ട് സോ കോളേജിൽ നിന്ന് ഇച്ചിരി മറ്റേ എന്താ പറയുന്നത് ഓൺ ഡ്യൂട്ടി ലീവ് കിട്ടും കോമ്പറ്റീഷൻ റെപ്രസെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ. സോ ആ സ്കീമിലാണ് ഞാൻ അവിടെ വന്നത്. സോ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഐ ടുക്ക് ദ വീഡിയോ ഓൾസോ. ഐ വെരി വെൽ റിമെമ്പർ ദ ധനക് ഗിഗ്. ഭയങ്കര കിടിലായിരുന്നു. ലൈക്ക് ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ആ ലൈക്ക് when I saw that and I'm like, oh, I might have a chance of singing or playing with these people. It was very exciting for me. കാരണം ഞാൻ റാമ്പി ഇരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് and I'm hearing all these songs for the first time.
ഡാർക്ക് സെറൻറ്റി ആയപ്പോലും ഡോട്ട് ആയപ്പോലും എല്ലാം ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അപ്പം ഐം ലൈക്ക്, ഓ ദിസ് ഇസ് ക്രേസി, ഇത് പാടിയാ കൊള്ളായിരിക്കും, നൈസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ അഭിഷേക് ഗിഗിന് മുമ്പ് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഹി വാസ് ലൈക്ക് റെഡ് ഓൾ ഓവർ ദ ഫേസ്, വെയിനൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. You know why? Because all these guys went inside the college. First, me and Abby were sitting inside Abby's car and practicing. Okay, so we told somebody, I think Sanil or Tom, to call us when our slot is ready. I was like, okay, fine. Number slot. The moment we walked in, we are seeing Dark Prophecy band on the side, and Krishna, he's practicing vocals. I saw him and I was like, oh fuck, we are going against these people or what? I was like, fuck. I was like, ഞാൻ അവിടുത്തെ വീട്ടിൽ ഓട്ടം പിടിച്ച് പോവാം. കൃഷ്ണ ജ്യോതി ജ്യോതി കൃഷ്ണ ടോം ആക്കിങ്ങനെ ഗിറ്റാറൊക്കെ മറന്നു വെച്ചിട്ട് ഞാൻ മറന്നിരിക്കുന്നു. ഡാർക്ക് പ്രൊഫസിയുടെ ഗിറ്റാർ വെച്ചാ വായിച്ചേ. ഞാൻ മറന്നിരിക്കായിരുന്നു. അത് നമ്മള് ഗിഗിന് മുന്നേ നമ്മള് ജാം ചെയ്തില്ലേ ആബിയുടെ വീടിന്റെ അടുത്തുള്ള കൺസ്ട്രക്ഷൻ. അവിടെ ജാം ചെയ്ത് അവിടെ വെച്ചിട്ട് വന്നു. ഷോ കാണാൻ പോയി. അത് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ ആ ഗിഗിന്? Second. First was DP, second was Symmetry. Okay. അതൊരു കോമൺ ടീമാണ്. അത് കഴിഞ്ഞ് കൊറേ ഫെസ്റ്റിവലിൽ ഇതേ മാറി വരും. ഇവാനിയോസ് നമുക്ക് ഫസ്റ്റ് കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെസീലിയോസ് ക്രോസ് റോഡ്സിൽ ഫസ്റ്റ്. ദിശാഗന്ധിയിൽ പെർഫോം ചെയ്തത് കൾട്ടവേ. I was there like to watch it, and the gig was even that's my favorite gig. Tennis and system. I think Neely did sound for us that day. I think so. I wasn't there that day. Sound You were there. No, I think Neely was home and he heard us playing jetpacks because his house. Yes. I did sound at Marbasilis, I think. Wait. Yeah. I think we are confusing. Jetpacks ചെയ്യുന്ന സമയത്ത് ഞാനില്ല. ട്വിങ്കിൾ അല്ലേ ചെയ്തത്? ആണ്. നിങ്ങൾ ജോൺ ബോക്സിലല്ലേ ജെറ്റ്പാക്സ് ചെയ്തത്? നീ ഇത് ജെറ്റ്പാക്സ് ചെയ്തിട്ടേ ഇല്ല? ഇല്ല. Because by that time we would have covered it. OCs. We had OCs, that's what. അത് ശരിയാ. സോ റോഷൻ വന്നപ്പം നമുക്ക് ഓൾറെഡി ഫുൾ OCയുടെ ഒരു 3 songs ഉണ്ടായിരുന്നു. നമ്മള് പോകുന്ന കോമ്പറ്റീഷൻ എല്ലാം ആ സ്റ്റേജിലാണ് റോഷൻ വന്നത്. നല്ല കാലത്താണ് റോഷൻ ബാൻഡിലെത്തിയത് ആക്ച്വലി. Cultivate gig was like our best gig is what, like, I think, because Anna like I don't know if we won any prize for that, but it was the best. We got it. Yeah. That gig I remember for 2 reasons. One reason because it was the best gig. Second thing is like Roshan was full on into and went to Tom. You remember that, right? No. ഞാൻ എന്തോ ഡിഫിക്കൽട്ട് പീസ് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹലോ, വേറെ കാര്യം പറയാനല്ലേ, ഈ ഗിഗിനെല്ലാം ഏത് പാട്ടിലായിരുന്നു? ESലായിരുന്നു തോന്നുന്നല്ലേ, ഇന്റേണൽ സെറനറ്റി എന്ന് പറയുന്നത്. സെക്കൻഡോ എപ്പോഴും വായിക്കുന്നുണ്ട്. ബട്ട് 3 സോങ്ങില് 1 സോങ്ങില് ടോം എപ്പോഴും ഇംപ്രൂവൈസ് സോളോ ആയിരുന്നു വായിച്ചോണ്ടിരുന്നത്. സോളോ ആണ് അത്. ഞാൻ സ്റ്റേജിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യും ഇങ്ങനെ, എന്താണ് വരാൻ പോണേ സ്കീമാണ്. ESന് മാത്രം. I still remember the conversation before Cultivate for Jam. I was also there for the Jam.
ആ സമയത്ത് Abby was asking Tom, I don't know if Tom remembers this, Abby was asking Tom, why don't you make a set solo for this so that you can play it out? So അത് സ്റ്റേജിൽ കയറി വായിക്കും. ഇല്ല, ഇതെനിക്ക് ഓർമ്മയില്ല. I remember this. Abby പറഞ്ഞു, എടാ നമുക്കൊരു സോളോ ഉണ്ടാക്കാം, we'll make a structured solo and we'll play, I mean keep that solo in the original song itself. Why? Because in നമ്മളെ DAW-ൽ നമ്മള് when we made the entire song, that solo section was the only thing that was blank. So every time Abby used to tell me, Tom will improvise on stage in this solo, but we have to make him play a solo and record it, and so that we can repeat it. Anna Jamil, Abby told you the same thing, and Tom was like, okay, stage kari. അത് ശരിക്കും ഒരു എന്താ പറയാ, അത് അടിപൊളി ആക്ച്വലി അത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ആ കോൺഫിഡൻസ് വേണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ കോൺഫിഡൻസ് വേണം, നല്ലപോലെ ചെയ്യണം. ഇത് ചുമ്മാ ചെയ്യുന്നതല്ലല്ലോ, വെറുതെ ആർക്കും വായിക്കും നല്ല രീതിയിൽ. And every time it will be something new and new, better than the last time. Cultivator solo അടിപൊളിയായിരുന്നു. Like അന്ന് I think who was the judge? I mean judge ഒക്കെ സ്റ്റാൻഡിംഗ് ഓവേഷൻ തന്നായിരുന്നു. ആരായിരുന്നു? മറ്റേ ആ റേഡിയോ ചെയ്യുന്ന റേഡിയോ മിർച്ചി. RJ. He was an RJ. He was standing ovation and all. അത് സോളോയിനല്ല, അത് സോളോ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ എണീറ്റ് വന്നത്. അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഓർമ്മയില്ല, അഭിഷേകിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനും കൃഷ്ണനും സൗണ്ട് കൺസോൾഡ് ഔട്ട് ആയിരുന്നു. നിങ്ങളാണോ സൗണ്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത്? ഞങ്ങൾ സൗണ്ട് ചെയ്തില്ല. I mean we were not there for the sound check. We reached after the sound check, but we were there at the sound console. ഷോ കഴിഞ്ഞ് നമ്മൾ ഇവരെ മീറ്റ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഡാർക്ക് പ്രോഫസിയും അഖില് വന്ന് സംസാരിക്കുന്ന ഈ പുള്ളി RJ എന്താ പേര് പുള്ളിയുടെ? നിതിൻ രാജ്. ഈ ആ ഗിഗിനാണ് ആക്ച്വലി ലൈക്ക് ബെസ്റ്റ് സ്റ്റേജ് സൗണ്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു മോണിറ്ററിങ് നമ്മൾ എന്തുവാ അവിടെ കോമ്പറ്റീഷന് പോകുമ്പോൾ മോണിറ്ററിങ് ഒന്നും നോക്കാറില്ലല്ലോ, വായിക്കുക. അതിന് പെർഫെക്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. സ്റ്റേജ് സൗണ്ട് അടിപൊളി. അവർ സൗണ്ട് ചെക്ക് യൂസ് ടു ബി ലൈക്ക് എ സൂം കോൾ. കേൾക്കുന്നുണ്ടോടാ? ആംബി കുത്തി കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്. ആ ഗിഗിന് എനിക്ക് ഓർമ്മയുണ്ട് 3 പേരെന്തോ ഉണ്ടായിരുന്നുള്ളൂ ഓഡിയൻസിൽ. 4 പേരോ എന്തോ. നമ്മളെ നിശാഗന്ധിക്കാണ് വായിച്ചോണ്ടിരുന്നത്. വെരി ഏർലി, ലൈക്ക് പ്രൈം ടൈം ഒന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ലൈക്ക് ഫോർ ദാറ്റ് ഈവനിങ് ഗിഗ്, ഐ മീൻ മെയിൻ ഹൈലൈറ്റ് ആക്ട്സ് വർ ആഗം ആൻഡ് ഓൾ ദാറ്റ്. ആണോ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. എന്താ അന്ന് ഈവനിങ് ആരായിരുന്നു? ഈവനിങ് ഗിഗ് ആഗമായിരുന്നു ഹൈലൈറ്റ് ആക്ട്. ഐ മീൻ year previous to that was Chime Toast and TDT and all that. Chime Toast. I've never seen TDT live. Keep missing it. 4 times and we covered them. Nice, but sound sucks, man. അയ്യോ ദൈവം, ഇതൊക്കെ യൂട്യൂബിൽ വരികയാണല്ലോ. സോറി. ലൈവ് ഞാൻ 4 പ്രാവശ്യം കണ്ടു. ലൈവ് അടിപൊളിയാണ്, എനർജി ഭയങ്കര ആണ്. പക്ഷെ സൗണ്ട് ഭയങ്കര മോശമാണ്. Sound is always unbalanced. I don't know why. ഇപ്പൊ യോഗി അല്ലേ സൗണ്ട്? യോഗി സമയത്ത് ഭയങ്കര ബോറായിരുന്നു. Like guitars ഒക്കെ ഭയങ്കര മടിയായിട്ട് കേൾക്കും. I've seen them in Phantom, I've seen them in Cultivate. നമ്മൾ പോയില്ലേ അഭിഷേകനായി? Phantom എനിക്ക് ഓർമ്മയുണ്ട്. ബാംഗ്ലൂർ Phantom അല്ല, അഭിഷേകനായി അത് ഗിഗിന് മുന്നേ ഒരു ഇന്റർവ്യൂ പോലെയൊക്കെ ആയിരുന്നില്ലേ? ഗിഗിന് സൗണ്ട്
അല്ല ഞാൻ അഭിഷേക് വേറെ ഹമ്മിങ് ട്രീ ഇല്ല ടോം പോയത് ടോം പോയത് ഇൻഡിഗോ എക്സ്പിലോ സംതിങ് സം അതർ പബ്ബില് ആദ്യം ടോം ഒക്കെ ഒരുമിച്ചാ പോയ. ആ സമയത്ത് ഞാനില്ലായിരുന്നു. റോഷൻ വെന്റ് ഇൻ ഹമ്മിങ് ട്രീ. സോ ഓൾവേസ് സൗണ്ട് കൊള്ളത്തില്ല, പക്ഷെ ലൈവ് ഇവിടെ മുൻസ് സീനാണ്. എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ആൻഡ് എനർജി മുൻസ് ഇസ് ലൈക്ക് ഞാൻ ഈ TDTയെ എന്താ പറയുന്നത്, അവര് ഫേമസ് ആവുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അവർക്ക് ആദ്യം എനിക്കൊന്ന് 2011 12 എന്തോ ഇവര് ട്രിവാൻഡ്രത്ത് പ്ലേ ചെയ്തായിരുന്നു. ഇവര് ഫേമസ് ഒന്നും അല്ല അന്നേരം, ജസ്റ്റ് യുനോ നോർമൽ ഒരു റെഗുലർ ബാൻഡ് ആയിരുന്നു. അവർക്ക് എനിക്കൊന്ന് ശിവ ഒരു സിംഗിൾ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്, ബട്ട് അത്രേ ഉള്ളൂ. വേറെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയത്തൊന്നുമില്ല. എന്നിട്ട് ഇവര് വന്ന് പേർപ്പിൾ ലാൻഡിൽ പ്ലേ ചെയ്തു. ഞാൻ എന്തോ കാര്യത്തിന് ആ ഗിഗിനുണ്ടായിരുന്നു. ബിക്കോസ് ട്രിവാൻഡ്രത്ത് ആകെ 2 അപ്പൊ ഉള്ള ഗിഗിന് ഞാൻ പോകും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇവരെ കണ്ടു. ഭയങ്കരമായിട്ടും മറ്റേ വരുൺ സോളോ ഒക്കെ വായിക്കുന്ന നെക്സ്റ്റ് ലെവൽ, ഒരു രക്ഷയില്ലായിരുന്നു. ആ സമയത്ത് സ്ക്വയർ ഒക്കെ ആയിരുന്നു വരുണ്ടേല്. സ്ക്വയറിലാണ് വായിച്ചത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഭയങ്കര സ്കില്ല് ഈ ഗിറ്റാറിലൊക്കെ ഇങ്ങനെയൊക്കെ വായിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. I have seen a TDT gig where they featured Ashwin from Chaimatos and Ashwin sang, Ashwin growled on stage. ആ ഗിഗിൽ ആരുണ്ടായിരുന്നോ? Yes, കൾട്ടവേയില് കൾട്ടവേ ഞാൻ എപ്പോഴാണ് 2014 കൾട്ടവേ ആണെന്ന് തോന്നുന്നു. TDT and Chaimatos the headlining acts. അത് ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് ഗിഗ് ചൈമറ്റോസ് ആയിരുന്നു. ഫസ്റ്റ് ചൈമറ്റോസിന്റെ ഗിഗ് കഴിഞ്ഞിട്ട് TDT വന്നു. TDT പെർഫോം ചെയ്ത ഇടയ്ക്ക് 2-3 സോങ്സ് കഴിഞ്ഞിട്ട് മുൻസ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഫുൾ മലയാളത്തിൽ തന്നെ, നമുക്ക് ഇത് മുമ്പ് വന്ന ബാൻഡ് ഉണ്ടല്ലോ, എന്തോ ചായയും ടോസ് എന്നൊക്കെ പറഞ്ഞ് പാടിയെടുക്കുന്നമാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിലൊരുത്തനുണ്ട് അശ്വിൻ എന്ന് പറഞ്ഞിട്ട്, അവന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അവൻ ഇപ്പോഴാണ് ഇങ്ങനെ കീക്കുന്നത് പാടിക്കൊണ്ട് നടക്കുന്നത്, അവൻ ഒരു കാലത്ത് ഗ്രൗൾസ് പാടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിനെ സ്റ്റേജിൽ വിളിച്ചിട്ട് പറഞ്ഞു, അശ്വിൻ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ ഡീപ് പേർപ്പിൾ ബ്ലഡ് എന്നൊരു ബാൻഡ് വോക്കലിസ്റ്റ് ആയിരുന്നു. അവൻ എന്നെക്കാൾ നന്നായിട്ട് ഗ്രൗൾസ് ചെയ്യായിരുന്നു, ഇപ്പോഴാണ് അവൻ ചായയും ടോസ്റ്റ് ഒക്കെ പറഞ്ഞു നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിൽ ഡു എ സോങ് ഓഫ് പേർപ്പിൾ ബ്ലഡ്. പേർപ്പിൾ ബ്ലഡിന്റെ സോങ് ആണ് ചെയ്യാൻ തന്നു. ആൻഡ് അശ്വിൻ ഗ്രൗൾഡ് ലൈക്ക് അല്ല, നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി അറിയത്തില്ലേ? ഈ ആ ബാൻഡിന്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല? എനിക്കറിയായിരുന്നു. അല്ല, പേർപ്പിൾ ബ്ലഡ് SCTയിലുള്ള ഒരു ബാൻഡ് ആയിരുന്നു. എന്നിട്ട് അവരിങ്ങനെ ഈ കോമ്പറ്റീഷൻ, നമ്മളെ പോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ വായിച്ച് അവര് പക്ഷെ ഭയങ്കര കിടിലായിരുന്നു. അവര് മറ്റേ സാരംഗ് ജയിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ഭയങ്കര ടൈറ്റ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇവരെ കാണുന്ന ആദ്യത്തെ ഗിഗിനാണ് ഞാൻ ആദ്യം അവിയലിനെയും കാണുന്നത്. ബിക്കോസ് അവിയല് വന്ന് SCTയുടെ കോളേജ് ഫെസ്റ്റിന്റെ ഇത് ഹെഡ്ലൈനർ ആയിരുന്നു. അതിന് ജസ്റ്റ് മുമ്പ് പേർപ്പിൾ ബ്ലഡ് ആണ് വായിച്ചത്. എന്നിട്ട് ഞാൻ ഫുള്ളി ഫ്ലോ ആയിരുന്നു ആ ടൈമില്. ബിക്കോസ് ഞാൻ അവിയലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു മെറ്റൽ ബാൻഡ്, ഇത് ഞാൻ സ്കൂളിലായിരുന്നു ഈ ടൈമില്. എന്നിട്ട് അശ്വിൻ അത് കഴിഞ്ഞ് ഈ ചായമറ്റോസ്റ്റിൽ അശ്വിനെ കാണുമ്പോ ഭയങ്കര വിയേർഡായിരുന്നു സത്യം പറഞ്ഞ. ആദ്യമൊക്കെ ഈ പുള്ളി ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ. ഞാൻ I've heard this history from you, I think. ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ ഗ്രൗൾസ് ചെയ്യുന്ന ഒരു പാർട്ടി ആയിരുന്നു. ബട്ട് when I saw him live, അന്ന് ലൈവിൽ like he was wearing a white shirt and all TDT were wearing black. അപ്പൊ when they featured this song, he was the only person white and all were black. And തകർക്കായിരുന്നു അശ്വിൻ. Like both of them were growling, both Muns and Ashwin. പിന്നെ മറ്റേ പ്രാവശ്യമാണ് ആദ്യമായിട്ട് അശ്വിൻ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ഫോർമൽ ആയിട്ടൊക്കെ തള്ളി. ഈ മറ്റേ പേർപ്പിൾ ബ്ലഡിന്റെ ഡ്രമ്മറാണ് ഗണേഷ് ആണ് ഡ്രമ്മർ. അങ്ങനെ അപ്പൊ അവർക്കെല്ലാം തമ്മിൽ അറിയാം. അല്ലെ, ഈ ചായമറ്റോസിന്റെ ഡ്രമ്മറും പുള്ളി ഏത് ബാൻഡിലായിരുന്നു? ബ്ലാക്ക് ലെറ്റേഴ്സ് അല്ല, സോറി അല്ലല്ല,
വേറൊരു കൊച്ചി ബാൻഡ് മറന്നുപോയി. ആ ഒരു കൊച്ചി മറ്റേ ശ്രീകാന്ത് ബാസി ഇല്ലേ, അതിൽ ഒരുത്തന്റെ ആ ബാൻഡിലായിരുന്നു. മെറ്റൽ വേറെ ജോണർ ആയിരുന്നു. ഈ ജോണർ അല്ല, മെറ്റൽ അവര് ജെന്റ് ആയിരുന്നല്ലേ? അഭിഷേക് ടെസറാക്ട് വരട്ടോ. The fuck? കണ്ടില്ലേ നീ? ഇല്ല, ഞാൻ ശ്രീകാന്ത് ബാസി എടുക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോ ഫീഡിൽ വന്നു കണ്ട. അഭിഷേക് ഗിറ്റാർ കവേഴ്സ് ഇടാൻ താല്പര്യമില്ല. ടെസറാക്ടിന്റെ ഒക്കെ കൂടുതൽ എഫേർട്ടാണ്, അതാണ് മെയിൻ ഇഷ്യൂ. വോക്കൽസ് എളുപ്പമാണ് ഇപ്പൊ. എളുപ്പമല്ല. കമ്പയർ ടു ഗിറ്റാർ എനിക്ക് വോക്കൽസ് എളുപ്പമാണ് ആക്ച്വലി. കാരണം ഐ ഡോണ്ട് നോ, ബിക്കോസ് ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം ലൈക്ക് ഐ വിൽ ബി ഏബിൾ ടു പ്ലേ വാട്ട് എവർ ഐ വാണ്ട് ടു പ്ലേ ആൻഡ് റെക്കോർഡ്. when they click the record button, എവിടെന്നോ ഇല്ലാത്ത ആങ്സൈറ്റി ഒക്കെ വരും. and then fuck it up like crazy. വോക്കൽസിന് ആ ഒരു ആങ്സൈറ്റി ഇല്ല. ഐ ഡോണ്ട് നോ വൈ. ഗിറ്റാർ I want to record a playthrough of my songs and put it, but time കിട്ടില്ല ചെയ്യണം. അപ്പം എലിവേഷനെ പറ്റി എന്താണ്? അതാണ് നമ്മള് ഹിസ്റ്ററി ഒക്കെ സംസാരിച്ച മറ്റേ ബുക്ക്. One more thing I want to say, okay, like you guys are all telling like how you got introduced to Gent through Abby. Okay, I'll tell you my transition. Previous to meeting Abby, I was listening to Hillsong, Don Moen, Ron Kennedy, all praise and worship music. All holy music, okay. The only non-holy music I used to listen was AC/DC. Then I went to Abby, I was like, what do you listen to? I was like, AC/DC. Hey, all songs are the same. Abby puchichu thalli. Then Abby made me listen to Periphery, Tesseract and all that stuff. And here is what is up. Okay, I started listening and all, and too complicated for my brain. And then I stopped listening to it. And once I think DS in the like vocal composition, me, Sanil and Abby were sitting together and all three were composed something like that. And Sanil was like, I want you to compose something similar, like take a syllable and extend it in multiple notes and all that. Then he showed me a reference of Eden, that souvenirless asana. I'm still Tesseract addict. എത്ര വർഷമായി, 7-8 years ആയിട്ട്. അതാണ് തുടക്കം. ഐ ലിസൺ ടു ടെസറാക്ട്. അതിന് മുമ്പേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ നീ എന്നടാ ഇങ്ങനെ ആ ഒരു ഒറ്റ സിലബില് ലൈക്ക് സീ ഹൗ ഹി ഹാസ് ടേക്കൺ ദാറ്റ് ആൻഡ് ഫിൽഡ് ദാറ്റ് ഹോൾ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഓ ഫക്ക്. ദെൻ ഐ സ്റ്റാർട്ടഡ് ലിസണിങ് ടു ടെസറാക്ട് പ്രോപ്പർലി. പിന്നെ ദി റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഈ എന്താ പറയുന്നത്, ആബിയെ ഞാൻ കണ്ടപ്പോ ആബി ജെന്റ് ഒന്നും കേൾക്കത്തില്ലായിരുന്നു കേട്ടോ. അത് എനിക്കൊന്നും ഞാൻ പറയണം. ഞാൻ കണ്ടപ്പം ആബി ഞാൻ ആദ്യം വായിച്ച ആ ഗിഗില് ആബി ഒരു സ്പെക്ടേറ്റർ അല്ലായിരുന്നു. ആ ഗിഗില് വായിച്ചായിരുന്നു ആബി ഗിറ്റാറ് വേറൊരു ബാൻഡില്. അപ്പൊ ആ ബാൻഡ് പക്ഷെ ഈ സിംഫോണിക് മെറ്റൽ ആയിരുന്നു. കൊറേ ബാൻഡ് ഉള്ളത് ആ ജോണറാണ് അവര്. ആബി കേട്ടോണ്ടിരുന്ന എല്ലാം ആ ടൈപ്പ് സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. എനിക്ക് അതുകൊണ്ട് വെറുപ്പല്ലായിരുന്നു ആ ടൈപ്പ് മ്യൂസിക്. സോ എന്താ ഈ മറ്റേ എന്തോ പേർപ്പിൾ ബ്ലഡിന്റെ ആ ഗിറ്റാർസ് ഇല്ലേ, ആ പുള്ളിക്കാരൻ എന്റെ ആ ബാൻഡിൽ ഉണ്ടായിരുന്നോണ്ട് പുള്ളിയാണ് എന്നോട് മറ്റേ ലെറ്റർ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞു തന്നെ. എല്ലാം പെരിഫറിയുടെ. അതിനു മുമ്പ് എനിക്ക് പെരിഫറി ഒന്നും അറിയത്തില്ല. ഞാൻ ലാംബോർഡൊക്കെ കേട്ടോണ്ടിരുന്നത്. എനിക്ക് ജെന്റ് ഒന്നുമല്ല. അപ്പൊ ഞാൻ ഐക്കർസ് കേട്ടപ്പോ എനിക്ക് ഐക്കർസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ആബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ട് നോക്കിയെന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആ ടൈമില്. പിന്നെ ആബിക്ക് പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ആബി ഈ ലൈക് ജെന്റ് റിഫ് ഒക്കെ കമ്പോസ് ചെയ്യാനൊക്കെ തുടങ്ങി.
പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. Why didn't you like Icarus? Dude, Icarus first time listen to any of the songs, you will not like it, especially when you're coming. But you were a guitarist, right? നോ, ഐക്കരസ് എനിക്ക് ഇപ്പോഴും ലൈക്ക് എന്റെ ഫേവറേറ്റ് സോങ് ഒന്നും അല്ല. അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറെ റാൻഡം വിയേർഡ് സാധനങ്ങളുണ്ട്, നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആണ് ആ പാട്ടില്. എനിക്ക് മെഷുക ഇഷ്ടമായിരുന്നു ബിക്കോസ് അത് റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആയതുകൊണ്ട്. ഈ റാൻഡം like Adam Neely says, right? The repetition legitimizes. Yeah, exactly. പക്ഷെ മെഷുകയുടെ റെപ്പറ്റീഷൻ ഒരു മിനിറ്റ് മെഷുകയുടെ റെപ്പറ്റീഷൻ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ പറഞ്ഞേ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. And which part of Icarus is not repetitive? The beginning riff തന്നെ അത് ആദ്യം കേൾക്കുമ്പോ ഒന്നും ആ പാറ്റേൺ ഒന്നും മനസ്സിലാവും, അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ. It's in my DNA, so I was intuitive. The title of this video is ഈ ടൈറ്റിൽ എടുത്തത് മല്ലൂസ് ഡിഷ് മീഷ മൻസൂർ. മൻസൂർ ഒന്നും മനസ്സിലാകത്തില്ല. P1 പക്ഷെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആൽബം അല്ലേ. P2 experimental. I don't know. Kind of. Some people like P1. But the thing that stood out is when it came out, like P1 was like so new. Nobody else did anything like it, and it was brand new. It was like a genre getting created. I mean, Meshuga was also there, but Meshuga അത് അല്ല, പക്ഷെ മെഷുക ഫുൾ മറ്റേ ലോ നോട്ട്സിലെ ആ സ്കീം ആയിരുന്നു. മറ്റേ and obviously vocals. P1, his Spencer's vocals. That's true. ആ സാധനം ഇല്ലായിരുന്നു. അല്ല, പക്ഷെ ആ എറയിൽ കുറെ ബാൻഡ്സ് ഉണ്ടായിരുന്നു. മറ്റേ UK-ലുള്ള എന്തോ ഫെൽസൈലന്റ് അങ്ങനെ എന്തൊക്കെ മറ്റേ ആക്ടിങ് പഴയ ബാൻഡൊക്കെ ഇല്ലേ. But I think for listeners of Linkin Park and anyone who grew from that space, like listening to Spencer and Periphery is like, oh, okay, wow. And then you listen to Tesseract, it's like, wow, again, because of the clean vocals at that level. Yeah, true. This technicality was completely... okay. Second question. Back to Elevate. I think when we started talking about all the songs that we did for live, എല്ലാത്തിനെയും പറ്റി സംസാരിച്ചു. ഇതുവരെ ES-നെ പറ്റി സംസാരിച്ചു, ഡോട്ടിനൊക്കെ പറ്റി സംസാരിച്ച്, DS-നെ പറ്റി സംസാരിച്ച എലവേറ്റ് ഇതുവരെ വന്നിട്ടേ ഇല്ല. ഇതുവരെ എലവേറ്റ് തുടങ്ങിയത് എങ്ങനെ ഫുൾ ഓർമ്മയുണ്ട്. ഡീറ്റെയിൽ ഫുൾ ഇപ്പൊ പറയാം, അതോ അടുത്ത വീഡിയോ പറഞ്ഞാൽ മതി? Like the history you can say it. The breakdown of the song we'll do it in a separate video. Yeah. So എന്റെ ഓർമ്മയില് എനിക്കൊന്ന് ടോമിന് വേറെ ഓർമ്മ ആണ് ഇതില്, ബിക്കോസ് ടോം ആ ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഓർമ്മയില് ഞാൻ എലിവേറ്റ് കാണുന്നത് ആസ് എ ഹോൾ സോങ് ആയിട്ടാണ്. ബിക്കോസ് ആബി ഒരു ദിവസം ഇരുന്ന് മറ്റേ ന്യൂ ഡേയുടെ കാർണിവൽ നമ്മൾ കേട്ട് ഇങ്ങനെ ആയത്. സോ കാർണിവലിന്റെ ന്യൂ ഡേ മാത്രം എനിക്ക് തോന്നുന്നു നമ്മള് അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകൾ. സോ ആബിയുടെ കമ്പോസിംഗ് പ്രോസസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. അത് കമ്പോസിംഗ് പ്രോസസ് തന്നെയാണ്. സോ അവൻ ന്യൂ ഡേ എടുത്തിട്ട് അതിൽ നിന്നാണ് ഈ പാട്ട് ബിൽഡ് ചെയ്തത്. സോ അവൻ ചെയ്ത് എന്തോ ഒരു റിഫിൽ നിന്ന് അടുത്ത റിഫിലോട്ട് പോവും, പിന്നെ വേറെ റിഫിലോട്ട് പോവും. അങ്ങനെ ബേസിക്കലി സെക്ഷൻ ഓൺ സെക്ഷൻ ആണ്, ഒരു റെപ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ കണ്ട പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ലൈക്ക് 4 minutes whatever അങ്ങനെ എന്തോ ഉള്ള ഒരു ഫുൾ ഗിറ്റാർ, ഒരു സിംഗിൾ ഗിറ്റാർ പീസ് മാത്രമാണ് ഒരു ഡെമോ ആയിട്ട് എന്നെ കാണിച്ചത്. ഇത്രയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പൊ എനിക്ക് പക്ഷെ ആദ്യമേ തോന്നിയായിരുന്നു ഇത് ന്യൂ ഡേ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അല്ല, എസ്പെഷ്യലി മറ്റേ
ആ സാധനല്ലേ, അത് ന്യൂഡേയിൽ തന്നെ സെയിം സാധനമുണ്ട്, വെരി സിമിലർ ആ സാധനമുണ്ട്. കൊറേ ദിവസം നമ്മള് കാണികൂൾ സോങ് വിളിച്ചോണ്ടിരുന്നത്. അതെ അതെ, കാണികൂൾ സോങ്. അത് ബിൽഡ് ചെയ്താണ് ഇങ്ങനെ ആയത് കൊറേ. But this is not the second song, right? Second song was always ES. Third was Dot. I think There was fourth also was Elevator. the final. This is the last song. TFA complete ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട്. But we kept practicing it before Sarang though. The night before Sarang, like, do it. We just sat around in a circle and like, let's start counting and let's start doing that. That was the peak point of the, other than the carnival gig, of course. Like that was mind blowing. But practicing the night before, yeah, and just actually counting 1 2 3 4 1 2. This is insane. And then you just overstep the next day morning, right? And your alarms I had to switch off. And I didn't go to college also. I think I had to bunk. You did it all. ഓ യാ, അത് മറ്റേ ആ റൂമിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. That's what I'm talking about. And then at 3 in the night we went to the stadium or something in IIT. Yeah. That was a lot of fun. Oreo shake kudiche. Yeah, oh man, the food was really good. This chicken fried rice. അല്ല, അന്ന് നമ്മള് ഈ മറ്റേ സുഷിനെയൊക്കെ മീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? സുഷിനെ മീറ്റ് ചെയ്ത് നമ്മള് കോമ്പറ്റീഷൻ വായിച്ച് ഡെസ്പായി നമുക്ക് കിട്ടാതിരിക്കും. ദാറ്റ് സൗണ്ട് വാസ് a little fuck all that day. Like we didn't, monitors didn't come through. Like sound was one fuck all. Like the YouTube ആ വീഡിയോസ് ഉണ്ട് guys, if വേണമെങ്കിൽ കാണണമെങ്കിൽ. That's a different channel. Yeah, that's a different channel. ശ്രീകാന്ത് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ശ്രീകാന്ത്. That's what I was about to say, that നമ്മള് ചായ്മട്ടോസില് പണ്ട് പാടിക്കൊണ്ടിരുന്ന തള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഇവൻ ഇപ്പോഴാണ് സിനിമ പാട്ടൊക്കെ പാടുന്നത്. ചുമ്മാ ആ ടൈമില് ശ്രീകാന്ത് അയ്യോ പറയാൻ വേണ്ടിട്ട്. Okay, I'll tell you one fact about Srikanth. I heard this from somewhere. Okay, I don't know if it's true or not. So apparently my cousin Shainu, he's also a composer and all that stuff, and he collaborated with Srikanth a couple of times. Okay, and what Shainu told me is recently Srikanth did a AR Rahman song, right, in some movie called 99 and all that stuff. Okay. Appo angane cheyadallo. And now Srikanth, mostly in Chennai. What I've heard is like Srikanth Pand, when he was there in Trivandrum also, he used to sing track for this like movie songs, meaning that like if Yeshudas has to sing that song, somebody has to sing it first so that Yeshudas can listen to it and then sing it. Angane cheyondirunna. Now he's kind of doing similar for AR Rahman. Okay, and most of the times in 99 song and all, AR Rahman had Srikanth by his side and to compose with him. So that he wanted input from Srikanth's side to compose those songs. And this Srikanth never tells anybody. He came to know through some guy who works with AR Rahman, who has connection with Ryan Chetan. So apparently now for the latest 2-3 songs that he did with AR Rahman, Srikanth and AR Rahman sits together and composes for that song. That level and Srikanth ipo. Okay. See, I know that he's working in Rahman's studio, but I didn't know this. Yes, he and Rahman sits together and composes for the songs that AR Rahman wants Srikanth to sing. He will call Srikanth and sits together and composes. He hardly does that for other people, it seems. I don't know. Scene. Yeah. High level and Srikanth. കണ്ടായിരുന്നു. ശ്രീകാന്ത് പറഞ്ഞ് ഇത് ആ സ്റ്റുഡിയോയുടെ എന്താ പറയുക സൂപ്പർവൈസർ പോലെയാണ് ശ്രീകാന്ത്. സോ ലൈക്ക് ഇപ്പൊ AR പാട്ട് അവിടെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ വോക്കൽസ് ശ്രീകാന്ത് ആണ് സൂപ്പർവൈസർ ആയിട്ട് നിൽക്കുന്നത്. മീനിങ് ഹി ഹാസ് അതർ ഇൻപുട്സ് ഓൾസോ, നോട്ട് ജസ്റ്റ് ഈ സാധനം മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ബട്ട് ആ ഒരു അഹങ്കാരം ഒന്നുമില്ല. അതെനിക്ക് ഇങ്ങനെ തലക്ക് പിടിക്കാത്ത മനസ്സിലാകാത്ത അല്ലേ? Like it never gets into his head like how great of an asshole he is. ഇപ്പോഴും അവിടെ ചളി അടിച്ചോണ്ടിരിക്കണ്ടോ ആൾക്കാർ? പിന്നെ സംശയം
No, that But still recently China Chatan tells the same. Like, China Chatan has been collaborating with Srikanth for almost like 10 years now. He's like, from the year 1 to year 10 also, if you see that personality who Srikanth is, ഇത്രയും growth ഉണ്ടായിരുന്നിട്ടും ഭയങ്കര താഴ്മയും like humility, and even if സനചേട്ടാ ശ്രീകാന്ത് എനിക്ക് ചെറിയൊരു വോക്കൽ ലൈൻ പാടിത്തരാം, ആ ചേട്ടാ എപ്പോ പറഞ്ഞു, ലൈക്ക് ആ ഒരു ഹ്യൂമിലിറ്റി ഒക്കെ ഭയങ്കര ശ്രീകാന്ത് സാധനല്ല. He sang in a metal song also, അല്ലേ Dark Serenity? Yeah, that's what we have featured in our song. Yeah. ശ്രീകാന്ത് എന്തോ സോ ES-ല് ശ്രീകാന്ത് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ES ആണോ ഇനി വേറെ ES അല്ല, ES ആണ്. ES-ലാണ് ശ്രീകാന്ത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ശ്രീകാന്ത് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സ്കൂളിൽ, അങ്ങനെ എനിക്ക് ശ്രീകാന്തിനെ അറിയുന്നത്. അങ്ങനെയാണ് വേറെ വോക്കലിസ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈം ശ്രീകാന്ത് എങ്ങനെ ചോദിക്കാന്ന് അവസാനം ശ്രീകാന്തിനോട് ചോദിച്ച അങ്ങനെയൊക്കെയാണ് ശ്രീകാന്ത് ഇതിൽ കയറിയത്. ബാക്ക് ടു എലിവേറ്റ് പറഞ്ഞോ നമ്മള് ഫുള്ളില്ല. ടോമിന്റെ ഓർമ്മ എങ്ങനെ? എന്റെ ഓർമ്മയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ദിവസം ആബി ഇങ്ങനെ ഒരു പുതിയ പാട്ട് കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചു. അതിലെനിക്ക് ഫസ്റ്റ് തോന്നിയത് തന്നെയാ, എന്ന് വെച്ചാൽ ന്യൂഡേയുടെ സെയിം ഒരു വൈബും ഇതൊക്കെ തോന്നി. പിന്നെ നമ്മൾ അത് ഇനീഷ്യൽ അതിന്റെ സ്ട്രക്ചർ ഭയങ്കര വ്യത്യാസമായിരുന്നില്ലേ? നമ്മൾ പിന്നെ അതിൽ കുറെ ചേഞ്ചസ് നടത്തി, ഇഷ്ടംപോലെ മാറ്റി. എല്ലാ പാട്ടുകളിലും ഇങ്ങനെയാണല്ലോ, എന്ന് വെച്ചാൽ ഇപ്പൊ ആരെങ്കിലും ഒരു ഐഡിയ സജസ്റ്റ് ചെയ്താൽ അത് എല്ലാരും പിന്നെ വർക്ക് ചെയ്ത് വരുമ്പോ അവസാനം ആ സാധനത്തിന്റെ ഒരു ചെറിയ റിസംബ്ലൻസ് കാണും, ബട്ട് വേറെ ഒരു സാധനം ആകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. But I think Elevate much more than like Dark Serenity, we actually put it on the spot and like opened the guts out and reworked all of it. So that's how we a lot of times we did that, I think. And also we did it with so much intention. Like we were like, you know what, let's actually change these parts and see what correct. DS പണ്ടേ ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഇൻപുട്ടേ ഉള്ളായിരുന്നു DS-ല്, ബട്ട് ഈ എലിവേറ്റിൽ വന്നപ്പോ നിങ്ങൾ എല്ലാരും ആക്ച്വലി കമ്പോസിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൈ ഉണ്ടത്. DS-ല് ആകെ ഞാനും ആബിയും പിന്നെ മറ്റേ സ്റ്റീവ് ഒക്കെ ഉള്ളായിരുന്നു പണ്ടത്തെ. Fun fact, I actually enjoyed that version. Like, so before when I was introduced to I actually got the MP3 for that version with, I think Sean Jacobs programmed the drums and then Steve was the vocalist and no Sean alla no idine idake vera kathayanu. Okay, I don't know. Yeah. But that was a really enjoyable version. There is one ambient very track that raw. goes ഭയങ്കര കിടിലാണ്. സോ ഇത് ഈ DS നമ്മള് മറ്റേ വിവേക് തോമസിന്റെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങള് ഡ്രംസ് പ്രോഗ്രാം ചെയ്യാൻ, ഇത് കുറെ കഥയുണ്ട്, ബട്ട് ഈ DS ആദ്യം ആബി ഒരു റിഫ് ഉണ്ടാക്കി, ആ ഫസ്റ്റ് റിഫ്. ഓക്കെ, അത് ഫസ്റ്റ് റിഫ് പോലൊന്നും അല്ലായിരുന്നു. ലൈക്ക് he just created a random മറ്റേ ഇക്കറസ് പോലത്തെ റിഫ്. പിന്നെ അത് ഗ്രിഡിൽ വരണമല്ലോ. സോ ഐ ചേഞ്ച് ദാറ്റ് റിഫ് ടു മേക്ക് ഇറ്റ് 4/4. അല്ലെങ്കിൽ ഇറ്റ്സ് റിയലി വിയർഡ് ബിക്കോസ് ഓൾറെഡി അത് അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇറഗുലർ ആണ്. സോ ഇഫ് ഇറ്റ്സ് നോട്ട് 4/4 ഭയങ്കര റാൻഡം ആയിരിക്കും. സോ അങ്ങനെ 4/4 ആക്കി. എന്നിട്ട് എന്ത് പറയുന്നത്, ഈ വിവേക് തോമസിന്റെ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകാൻ വേണ്ടി നമുക്ക് ആർക്കും ഡ്രം പ്രോഗ്രാമിംഗ് ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങള് പോയി മറ്റേ ഈ ബാബു പർപ്പിൾ ബ്ലഡിന്റെ പുള്ളിക്കാരന്റെ അടുത്ത് തന്നെ പോയ, പുള്ളി ഡ്രം പ്രോഗ്രാം ചെയ്യായിരുന്നു ആ ടൈമില്. പുള്ളിയാണ് ആ കോറസിന്റെ ഡ്രംസ് ഇല്ലേ, അന്നേരം കോറസിൽ ഡ്രംസ് ഇല്ലായിരുന്നു, നമ്മുടെ ഒരു വിയേർഡ് കോറസ് ഒക്കെ ആയിരുന്നു. സോ ഹി പ്രോഗ്രാംഡ് മറ്റേ ഈ റിഫ് പോലെ ഇരിക്കുന്ന ഒരു ഡ്രം ട്രാക്ക് പ്രോഗ്രാം ചെയ്ത്. എന്നിട്ട് ഞങ്ങൾ വിവേക് തോമസിന്റെ അവിടെ പോയി, എന്നിട്ട് ആ സെക്ഷൻ റെക്കോർഡ് ചെയ്യായിരുന്നു കോറസ്. സോ ഡ്രംസ് വേറെ എവിടെ പോകുന്നു, ബട്ട് ഗിറ്റാർ ചുമ്മാ കോഡ്സ് ആണ് വായിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം. ഓക്കെ, എന്നിട്ട് വിവേക് തോമസിന്റെ അവിടെ പോയി ഇരുന്നപ്പോഴത്തേക്കും
എനിക്കൊരു വിവേക് തോമസ് തന്നെ പറഞ്ഞ് ഇത് മാച്ച് ആവുന്നില്ല, അപ്പം ഇത് മാറ്റാവെന്ന് ചോദിച്ചു. സോ റാൻഡംലി ആ റിഫ് ഔട്ട് ഓഫ് ദ ഡ്രം ട്രാക്ക് ഞാൻ ഇങ്ങനെ വായിച്ചു തുടങ്ങി, ആ കോറസ് റിഫ്. അങ്ങനെയാണ് ആ കോറസ് അങ്ങനെയായി. ബട്ട് എനിവേ ആ വേർഷൻ റിലീസ് ചെയ്തേ ഇല്ലല്ലോ, അവസാനം വന്നപ്പോ വേർഷനെ ഇല്ലാതായി. ഇത്രയെങ്കിലും കിട്ടി. എന്നിട്ട് ഡിഎസും ഇഎസും ഒരു പാട്ടാണ്. ഡിഎസ് സോങ്. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റൻഷനലി ആണ്, ബിക്കോസ് നമുക്ക് ഓസീസ് ഇല്ല. അപ്പം കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ഔട്ട് ഓഫ് വൺ സോങ് നമുക്ക് എന്നാ രണ്ടാക്കാം. സോ ബേസിക്കലി സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ഹാഫ്, ക്രിയേറ്റ് ഇയേഴ്സ് മോർ. അങ്ങനെയാണ് അത് 2 പാട്ടാക്കിയത്. എന്നിട്ട് ഒരു പാട്ടും കൂടെ മതിയല്ലോ, അപ്പം 3 ദിവസമായല്ലോ. അതായിരുന്നു ഞാൻ ഫസ്റ്റ് വേർഷൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി. എന്നെ ആരൊക്കെ fuck, we should release TFA also. Like, there's certain sections in TFA which are really nice, which nobody has listened to. No, not that. The one after that. No, that riff is also good. Yeah, that riff is probably good. I don't know, but like the one after that, yeah, that one is really nice. It has got an ambient layer and then the. Okay, I can't do that. But there are fragments from that which we can. സോങ്സിന്റെ നെയിംസ് ഒക്കെ എങ്ങനെയാ ഡിസൈഡ് ആയ? എലിവേറ്റ്, ഇതൊക്കെ എങ്ങനെയാ? എലിവേറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എലിവേറ്റ് how it happened was like ഇതേപോലെ ആയിരുന്നു, like how everybody just described of having listened to this one whole track. ലൈക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആബി മാത്രമേ ഉണ്ടായിരുന്നുള്ള ആ ദിവസം, ലൈക്ക് വോക്കൽ കമ്പോസിഷൻ തുടങ്ങിയ ദിവസം ഫോർ എലിവേറ്റ്. സോ ഹി ജസ്റ്റ് മേഡ് മീ ലിസൺ ടു ദിസ് ആൻഡ് ഹീസ് ലൈക്ക് I have written some lyrics for this എന്നൊക്കെ പറഞ്ഞിട്ട് he came up with this and he's like I think, okay, I'm not really sure because this is what I derived from the lyrics. I did not actually ask him. I think he was going through some breakup or something, okay, then. And then because the lyrics was, in your eyes I see the sunshine through, time stops when I am with you എന്നൊക്കെ ആയിരുന്നു ആദ്യം. അതിന് ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്, പക്ഷേ so when he brought this, he in his mind he was like okay എടാ, I am trying to like ഇങ്ങനെ ഒരു റെവലേഷൻ, ലൈക്ക് ഇങ്ങനെ പൊട്ടി വരുന്ന കത്താർസിസ് പോലത്തെ ഒരു സാധനമാണ് എന്നുള്ളതാണ് his base concept was when he brought this lyrics. So he conveyed this to me and we started sitting together and we started composing the vocal lines. So initially itself first തന്നെ ഒരു കോറസ് വരെ നമ്മൾ ഒരു ഫ്ലോയിലിരുന്ന് പടയെന്ന് തീർത്തു, ലൈക്ക് ആൻഡ് വി ഹാഡ് ടേക്കൺ സം റെഫറൻസസ്. ആദ്യം യു ലെറ്റ് ഇറ്റ് ബേൺ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് മറ്റേ ഡിസ്റ്റർബ്ഡിന്റെ ഏതോ പാട്ടൊക്കെ എടുത്തിട്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ സെയിം ദിസ് സെയിം ഒരു എന്താ പറയുന്ന ഒരു കോമ്പോസിഷൻ മോഡൽ ആയിരുന്നു. സോ that's how the concept came to be. I mean, that is how he introduced me. I still remember എഴുതിയ ഒരു പേപ്പറിൽ പേന വെച്ച് എഴുതിയ സംഭവം വെച്ചൊക്കെയാണ് എനിക്ക് തന്നത് ലിറിക്സ്. So yeah, so I remember till chorus ഇങ്ങനെയായിരുന്നു. Then and full like ഒരു എന്താ പറയുന്ന സിനർജിസ്റ്റിക് കോമ്പോസിഷൻ സംഭവമായിരുന്നു. ലൈക്ക് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടായിരുന്ന സംഭവം എന്താണെന്ന്. ആൻഡ് വി വർ എക്സൈറ്റഡ് ടു ഷോ യു ഗൈസ് സെയിം തിങ്. ലൈക്ക് നമ്മളിങ്ങനെ സനിലിനെ കാണിക്കണം, കുഴപ്പമില്ല അറിയായിരുന്നു. അത് ഇപ്പോഴാണ് എന്തിങ്ങനെ നമ്മള് ടെൻഷൻ അടിക്കുന്ന കാര്യം ഇല്ലല്ലേ? ഇല്ല അറിയായിരുന്നു. ഞാൻ നോക്കുന്നതെന്ന് വെച്ചാല് if it doesn't excite you, right, പിന്നെ ഇതിനെ നമ്മളല്ലേ വായിക്കേണ്ടത്. അതെ അതെ അല്ല അതാണ് അതാണ് എന്റെ സോ ലൈക്ക് this pre-chorus I remember, like ഇത് verse ആണ്. verse കഴിഞ്ഞിട്ട് pre-chorus I think Srikanth came. What is pre-chorus? ഇതില് pre-chorus എന്താ?
അല്ല Sweats profusely. like whatever. For the people who don't understand, the running joke is like the vocals. Nobody pays attention to the lyrics and nobody has known what is being sung. Adana context. There are a band full of people who love instruments. Yeah. Like I'm not talking about the pre-chorus. ഇപ്പൊ കറക്റ്റ് ഇപ്പൊ നോട്ട്സ് വിച്ച് അമാസ് ആ സെക്ഷനാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇറ്റ് വാസ് സംതിങ് വെരി ഡിഫറെന്റ്. ലൈക് ശ്രീകാന്ത് ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. അറിയില്ല. No, but yeah, notes which amas. That section was something way different. Like Srikanth wrote it, I remember. Like the drum, that thing was also it's different. I think Sanil know better. So then Srikanth composed this guitar. അല്ലല്ല ഗിറ്റാർ ലൈൻ ഒക്കെ വേറെ, ഡ്രംസ് മാത്രമേ ലൈക്ക് എനിക്കൊന്ന് റിമെയിൻ ചെയ്തിട്ടുള്ളൂ. Okay. അപ്പം ഇത് ആ പ്രീ കോറസ് ശ്രീകാന്ത് came and composed, and I think Abhishek and Srikanth together composed the chorus and the As I Was section and stuff like that. Because I remember As I Was O2 Life I remember Abhishek composing somehow. Like നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ ദിവസം, അങ്ങനെ എന്തോ ആയിരുന്നു, കുറെ പേരുണ്ടായിരുന്നു ആ ദിവസം. That is one thing I miss, man. Like sitting together and composing in one room. Correct. And I was very excited when O2 Life came. I'm like, oh fuck, കിട്ടില്ല സെക്ഷൻ എന്നൊക്കെ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ സെക്ഷൻ. ആൻഡ് ബിക്കോസ് ടോംസ് തിങ് ഇൻ ദ ബാക്ക് ഓൾസോ ഇസ് ലൈക്ക് ഭയങ്കര കോംപ്ലിമെന്ററി. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ സൈക്കായിട്ട് നമ്മളിങ്ങനെ എക്സൈറ്റ് ഒക്കെ ഇരിക്കുമ്പോ ആബിയുടെ അച്ഛനമ്മയും ഫുഡൊക്കെ കൊണ്ടുവന്ന് അത് ആബിയാണ് കമ്പോസ് ചെയ്തത്. ആണോ? ആബിയുടെ കോമ്പോസിഷനാണ്. ആബി പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, ഇത് നീ വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. I've seen you play this so much, so I just thought it's you. ആബി എന്താ അറിയില്ല, ആബി അതിങ്ങനെ ആബി ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും, ഇതാണ് സംഭവം, ഇത് ഫുൾ അത് ഒരു ഫ്ലോയില് വായിക്കണമെങ്കിൽ അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു അത്യാവശ്യം. അത് ശരിയാ, ആ സെക്ഷൻ അടിപൊളി. അടിപൊളി റിഫും വോക്കൽ അതിന്റെ പുറത്ത് വരുമ്പോ ജസ്റ്റ് സൂപ്പർ. സ്പെക്ക് സാധനമാണ് വെറും. Yeah, I think that's my memory of the vocal composition thing. Engine Elevate came to be. And yeah, title came because this was a cathartic thing, and like you're trying to elevate from this തേഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പൊങ്ങി വരുന്നതിന് ആ പ്രോസസ് ആണ് എലവേറ്റ് എന്നുള്ള ഉദ്ദേശിച്ചത്. So then the lyrics changed in this version. ലിറിക്സ് മാറ്റാൻ എന്താ കാര്യം? ബിക്കോസ് വേറെ അല്ലേ, എന്താ പ്രൈമറി റീസൺ എന്തായിരുന്നു ലിറിക്സ് മാറ്റാൻ കാര്യം? There are two. Okay. സത്യം പറയണോ? നമുക്ക് ആദ്യം കമന്റിൽ അടിക്കാം. അല്ല, കാരണം എനിക്ക് ആക്ച്വലി ഐ സീ ദ സൺഷൈൻ ത്രൂ ഇല്ലേ, ആ മെലഡി ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല മെലഡിയാണ്, നല്ല മെലഡി ആയിരുന്നു. പിന്നെ മറന്നുപോയിട്ടുള്ളൂ, ടോം മാത്രമേ മറന്നുപോയിട്ടുള്ളൂ, എല്ലാവർക്കും എന്താ മാറ്റാൻ വാട്സാപ്പ് ചെയ്യാം. DS ഇറങ്ങിയത് അത്ര ഞാൻ പറയുള്ളൂ. ലിറിക്സ് മാറ്റിയത് ലിറിക്സ് ട്യൂണൊക്കെ ട്യൂൺ മാറ്റി എന്തിനാ മാറ്റി? ട്യൂണും സെയിം റീസൺ. Anyway. So the lyrics got changed after that. 2020 ആണെന്ന് തോന്നുന്നു this happened. Like same, I wanted to keep the core crux thing of the thing intact, as in catharsis ആണ്.
but on a more individualistic level. This is not related to some person affecting you. Like contemplate ചെയ്തിട്ട്, by the way guys, ഇതാണ് കേട്ടോ മീൻ ലിറിക്സിന്റെ അർത്ഥം. Like anybody going through some shit, like looking for an elevation for a liberation kind of thing, you can relate to it now. Yeah, Correct. any one of the Correct. 3 people still watching this. We're talking to you. Dedicated fans. ഇത് 10 രൂപയാണ്. എന്തൊരു ഹോപ്പ്. ഇത് കാലിൽ കടലിൽ നമുക്ക് ഒരു 50 വർഷം കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഇതൊക്കെ അതെ, ഞാൻ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാ. ലൈക്ക് ഞാൻ പണ്ട് ലഡാക്ക് പോയ ട്രിപ്പ് ഒക്കെ 10 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഫീൽ, ഐ ഡിഡ് ദിസ് നൈസ്. അല്ലെ, ഈ ഒന്ന് ആലോചിച്ച് നോക്കിയാ, നമ്മൾ ഇതെല്ലാം പണ്ടേ ഡോക്യുമെന്റ് ചെയ്തായിരുന്നെങ്കിൽ, ലൈക്ക് ഹൗ വി മെറ്റ്, ഈ കാര്യമൊക്കെ. ഇത് കൊറേ ഗ്യാപ്സ് ഉണ്ട് നമ്മുടെ മെമ്മറിയിൽ ഇപ്പോഴേ. സോ അത് അതിന് വേണ്ടിയെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യും. ആൾക്കാര് കണ്ടാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. And what we remember now will I mean might not be the exact thing that happened. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ തലയ്ക്ക് തന്നെ we have changed this version so many times. ഒരു സംശയം വേണ്ട. അതിനെ കുറിച്ച് എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. എന്റെ തലയിൽ അങ്ങനെ തന്നെ പകുതി മാറുന്നുണ്ട്. ഒരു സോളോ ഫിക്സ് ചെയ്യാൻ പറ്റാതെ ഇംപ്രവൈസ് ചെയ്ത ആളാണ് പറയുന്നത്. എന്റെ തലയിൽ പണ്ട് അങ്ങനെ തന്നെ. അത് ഇന്റൻഷണൽ ആണ് മാൻ. അതെ അതെ അതെ, അത് മറന്നു പോയിട്ടില്ല. അല്ല, നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ നമ്മുടെ ബാൻഡിന്റെ പേര് എങ്ങനെയാ വന്നത്? നിങ്ങളുടെ വേർഷൻസ് പറ. ഈ മറ്റേ ലോഗോവിനെ ബേസ് ചെയ്തിട്ടാണോ പേര് ഇട്ടത്, അതോ പേരിട്ടിട്ടാണോ? പിന്നെ എനിക്കറിയില്ല. I like how the members of the band are like അതാണ് I guess that shows our dedication to the music and not like other things. Oh my god. പറയൂ സനിൽ തന്നെ പറയൂ. ആൻസർ അറിയില്ല മാഡം. അല്ല, അപ്പൊ ഒരു മിനിറ്റ്, എന്റെ ക്യാമറ എന്തോ പ്രശ്നമായിരുന്നു. നോക്കട്ടെ. എനിവേ, എന്റെ ഓർമ്മയില് ഞങ്ങൾ ഇങ്ങനെ ബാൻഡ് നെയിം നോക്കുമായിരുന്നു. ബിക്കോസ് എത്തീറിയൽ ആയിരുന്നു തോന്നുന്നു ആ ടൈം വരെയുള്ള ബാൻഡ് നെയിം. അത് എനിക്കിഷ്ടമല്ലായിരുന്നു ആ ടൈം നെയിം. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഞാൻ കേൾക്കുന്ന ഈ മ്യൂസിക് എല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു ആ ടൈമില്. അപ്പം എത്തീറിയൽ എനിക്ക് ഈ ബാൻഡിൽ നിന്ന് വരുന്ന മ്യൂസിക് ഈ നെയിമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ DS ടൈപ്പ് മ്യൂസിക് ആയിരുന്നു പ്ലേ ചെയ്യുന്നത്. അങ്ങനത്തെ ബാൻഡ്. സോ അപ്പൊ ഒരു നെയിം ഹണ്ടിലായിരുന്നു. എന്നിട്ട് ഞാനും ആബിയും കൂടെ ഒരു ദിവസം ഇരുന്ന് എന്താക്കാം നെയിം എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോ ഇങ്ങനെ കുറെ റാൻഡം സജഷൻസ് ഒക്കെ വന്നു. എന്നിട്ട് ഞാൻ അന്ന് കേട്ടോണ്ടിരുന്ന ഒരു ബാൻഡ് മറ്റേ ഡിക്കാപ്പിറ്റേറ്റഡ് ആ ബാൻഡ് ആയിരുന്നു. അവരുടെ ഒരു പാട്ടുണ്ട്, സിമെട്രി ഓഫ് സീറോ. അതാണ് പാട്ടിന്റെ പേര്. അത് തന്നെ ഫുള്ളി പൊക്കാന്ന ആദ്യം ഓർത്തത്, സിമെട്രി ഓഫ് സീറോ പേരാക്കാന്ന്. ബിക്കോസ് അത് നൈസ് നെയിം ആണ് ആക്ച്വലി. പിന്നെ അത് ഷോർട്ടൻ ചെയ്താണ് ജസ്റ്റ് സിമെട്രി വെച്ചത്. എന്നിട്ടാണ് ലോഗോ ഒക്കെ വന്നത് ആക്ച്വലി, നോട്ട് ദി അതർ വേ അറൗണ്ട്. അല്ല, ലോഗോ അപ്പൊ എങ്ങനെയാ വന്നേ? ആരുടെ ഐഡിയ ആയിരുന്നു? ഗൂഗിൾ സെർച്ച്. I know the logo was so ad hoc, like it's like no, but അത് ആബിയുടെ ഐഡിയ ആയിരുന്നു എന്റെ ഓർമ്മ. ലോഗോ
എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് വിട്രൂവിയൻ മാൻ ചൂസ് ചെയ്തതെന്ന്. സിമെട്രിക്, സോ ഐ നോട്ട്. ഞാൻ ചുമ്മാ ക്യൂറിയസ് ആയിട്ട് ഇപ്പൊ സ്പോട്ടിഫൈ പോയി സിമെട്രി ഓഫ് സീറോ ജസ്റ്റ് പ്ലേ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഫുൾ ബ്ലാസ്റ്റ് ബീറ്റ് മറ്റേ ഡെത്ത് ആണല്ലോ. ലോഗോ ആക്ച്വലി ഒരു എ പോലെയല്ലേ? ഞാൻ ആക്ച്വലി എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ആബി ഇനി എ വെച്ചിട്ട് വെച്ചതാണോ? അത് വിട്രൂവിയൻ മാൻ അതിന്റെ സിമ്പിൾ ആണ് ഇത്. വിട്രൂവിയൻ മാൻ എ പോലൊന്നും ഇരിക്കത്തില്ല കണ്ട. ജസ്റ്റ് മാൻ. നമ്മള് അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മള് ഈ അല്ല ഇത് ഞാൻ സിമെട്രിയുടെ ടോപ്പിക്കിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്മൾ ബ്രേക്ക് ഡൗൺ ഓഫ് ദ സോങ് വേറെ വീഡിയോ ആയിട്ടാണോ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ഓ അപ്പൊ ഞാൻ ആ ലിറിക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. എനിക്ക് അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇല്ലില്ല, like you can, I mean ആ ടൈമിൽ you can share about like what is the thought process behind each paragraph. Okay, fine. I'll do that. We can go into granular things at that time. Set. റെക്കോർഡിംഗ് നിർത്താന്നാ? ഓ അല്ലടാ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ ബാൻഡിന്റെ റിലേറ്റഡ്? നോ, വാട്സാപ്പിൽ അന്ന് കുറെ ക്വസ്റ്റ്യൻസ്. അതാ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാർ അയച്ച ക്വസ്റ്റ്യൻസ് അല്ലേ? ഇൻസ്റ്റഗ്രാമിലാണ്. അല്ല ഒരു കാര്യം ക്ലിയർ അല്ല, നമുക്ക് നൈസായിട്ട് ലെജിറ്റ് ആയിട്ട് ചോദിച്ചത് നമ്മളെല്ലാരും കൊളാക്കി. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, കുഴപ്പമില്ല. പെട്ടെന്നൊരു ബ്രേക്ക് ഒക്കെ വന്നിട്ട് We'll be right back. വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നോ വാട്സാപ്പില്? ഞാൻ പറയാം. How the band was initially formed, how each member was introduced, what everyone's musical taste is like past versus now. ഓ അത് വേണമെങ്കിൽ ചെയ്യാം, അത് നൈസ് ആണ്. how we compose as a band, അതും അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. Our initial years പറഞ്ഞു, songs we've done so far ഏറെക്കുറെ പറഞ്ഞു, struggles of a band who's അത് എന്റെ ആയിരുന്നു, അതോട് അതാദ്യം ഡിസ്കസ് ചെയ്യാം. അത് ആക്ച്വലി ചെയ്യാൻ ലൈക്ക് if somebody asks us randomly, okay, what genre does your band fit into, what do we give as an answer? How do we answer? I've always thought it's progressive rock or progressive metal mainly. some progressive സാധനമാണ്. റോക്ക് ആണോ മെറ്റൽ ആണോ എന്ന് ലിസണറിന് ഡിസൈഡ് ചെയ്യാം. അതാണ് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും, പാലറ്റ് ഒക്കെ അനുസരിച്ച്. Actually, I don't even think like we've done enough material to actually establish that. Like the first song already had a structure, and the second song we like fused so many elements into it. I think the next part of what we're doing will be like a big factor in defining what the genre of the band will be. ഞാനൊരു വൺ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നമ്മൾ ചെയ്യുന്നുണ്ടോ അത്? That next part ചെയ്യണമെന്നാണുള്ളത്. വേറെന്താണ് പരിപാടി? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്യട്ടെ. നമ്മള് ഈ ഇപ്പൊ ചെയ്യുന്ന ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് സോങ്സ് നമുക്ക് ഓൾറെഡി ഒരു മെമ്മറി പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ES ആണെങ്കിൽ എനിക്ക് ഉടനെ അറിയാം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഇങ്ങനെയാണ് കോറസ് എന്നൊക്കെ. Can we try composing like a whole different song, because we are all evolved as people now? I think ipo nammal oru pudhiya idea eduthu kayna it will be very different as to how we approach it. Ipo oru TFO ES eduthu kayna nammal adupole povul. I mean it will have changes about how we are going about it, but the skeleton will be the same, right? Like rough idea. Yes, maybe TFA I don't think that much. Like I think we'll rip it apart. Even I also don't have an idea. Vocals ഇതുവരെ കമ്പോസ് ചെയ്യാം ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ എനിക്ക് അറിയത്തില്ല എന്താന്ന്. There are a couple of good riffs there and there which I want to take out, which actually I think good. നമുക്കിത് ഫുള്ളി ഒരു പുതിയ ഇതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഓൾറെഡി ഉള്ള സാധനം ഒരു ബേസ് ലൈൻ ആയിട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സാധനം ഉണ്ട്.
So this makes it easier. നമുക്കത് fully ഇത് ചെയ്യാം. There's also still Kind of what there's like snippets of other stuff that we all individually done with each other also, which we can build off, like what we did either, or like Roshan and I, we did like a couple of things before. So yeah. Actually, I also prefer Roshan's idea of completely scrapping everything what we have, starting from new, because we have evolved a lot. Like all of us, our taste evolved ആയിട്ടുണ്ട്, and the skills have also been evolved. അപ്പോൾ അതുകൊണ്ട് even if I take my previous compositions, I absolutely hate them. അപ്പോൾ നമുക്ക് like we can like it happens to everybody. It's a natural process. ചെയ്യും. അപ്പം അതുകൊണ്ട് like I'm also completely into that idea. But thing is, the one thing that has been has been a major roadblock to all of us in releasing new songs is logistics, because we are spread across different countries, different time zones and all that, and we all have day jobs. അപ്പോൾ എല്ലാരും ഒരുമിച്ച് കിട്ടാനൊക്കെ like ഭയങ്കര പാടാണ്. like എന്താ പറയുക, ഓണം പോലെ once in a year എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കിട്ടാൻ പറ്റുന്നുള്ളൂ. So if we were all together in one city and at least in one place, we could have done that. like നമുക്ക് we could have started from scratch and tried composing new songs. But since that's not going to happen, I think the only ഒന്നും റിലീസ് ചെയ്യാതിരിക്കുന്നേക്കാളും നല്ലത്, it's better to at least refurbish whatever we have and elevate. Also, I am pretty sure other than the basic structure, everything has changed. Yes. First elevate ipo nokkiyalum is almost like a new composition. അതുകൊണ്ട് right now, logistically and realistically speaking, the best option we have is to take our old songs, refurbish it and release it. If we were all together and if we had a lot of free time to sit together and compose and stuff, I would definitely go. So I would really like to do that. Is that possible? എങ്ങനെയെങ്കിലും I don't think so. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പൈസ ഇല്ല, സത്യം പറഞ്ഞാൽ എനിക്കില്ല. Man, even if we go, like Rosha, like we are in Bangalore, how many times have we met? Correct. That's also true. We are just like few kilometers apart. It's actually not the spatial problem. It's more of the like timeline problem. All of us are actually doing different things. Somebody's trying to get a job in university, or somebody's switching jobs. It's aligning all of that is very impossible, because you can't say 3 months when this person has a deadline here of something else. It's very difficult. Correct. So I think and what we're trying to do now is that flush. all of you guys have weekends free, I work in weekends. Yeah, I burn my hair out on weekends. I don't have weekends. നീരജന കാണത്തില്ല weekends. Submission. Yeah. So I don't think it's going to happen. Like it's a hypothetical utopian situation where we just take a studio for like 2-3 weeks and we're all chilling in there, like, you know. Actually speaking, പുതിയ കോമ്പോസിഷന് എല്ലാരും ഒരു സമയത്ത് അത് പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ എലിവേറ്റിന് ഏതുപോലെ ഓരോരുത്തർ ഇൻപുട്സ് കൊടുത്ത് ഓരോരുത്തർ ടൈം മാറ്റി വെക്കണം ബേസിക്കലി. അതാണ് ആക്ച്വലി, അത് നടക്കുവാണെങ്കിൽ ഈ പ്രോബ്ലം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ടൈം നമ്മൾ കൊടുത്താൽ മതി. അതാണ് നമ്മള് എന്താ പറയുന്നത്, ഇതെങ്ങനെയും കുറച്ച് സ്ലോയിലാണെങ്കിലും മൂവ് ചെയ്ത് തുടങ്ങിയാൽ മതി. എലിവേറ്റ് നമ്മൾ അങ്ങനെ കാര്യം കൊണ്ട്, ഈവൻ ദോ ഇറ്റ് ടുക്ക് ലൈക്ക് 3 years, DS റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം റീവർക്ക് ചെയ്തിട്ട് തന്നെയാണ് റിലീസ് ചെയ്തത്. സോ ഇറ്റ്സ് പോസിബിൾ. നമ്മള് അതിനുള്ള ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. ഇഫ് വി സ്റ്റാർട്ട് കമ്പോസിങ് എ സോങ് ഫ്രം സ്ക്രാച്ച് നൗ ആണെങ്കിൽ what is going to happen, I think, like everybody in his own time, കുറെ സമയം എടുക്കും, and everybody at their own time will make stuff and we'll pool all ideas like a library of ideas, and after that we'll snatch and put a song. Not like how we used to sit in Abby's house and together we used to come up with stuff. But this still sounds like a lot of fun. If you're working with completely new, it sounds like a lot of fun. I think one of the things to elevate is like, even though we did change a lot, there was still like, okay, you still have to maintain the structure of the song. You can't like completely destroy the whole thing. And so the freedom of creativity was little restrained in certain aspects. But then it was already so much done that it didn't make justice to not release it.
So we have to take what we have and release it. And then I think like the next exciting part would be if we attempt to do one entirely new song, start to end fully virtually. That might be fun to see. I what think happens. we just have 2 more songs to release, right? ES and TFA. If we rework that after that third song onwards, we can do completely brand new. Yeah. You're on mute. Roshan mute illa. Just on mute, Roshan. Okay. Yeah, I was just saying that, yeah, ES full on already. Like full complete ആണ്. Yeah. Yeah. So I think it's പടയെ നമ്മൾ എല്ലാവരും അവരവരുടെ പാർട്സ് ചെയ്ത് ഇച്ചിരി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഒരു വീക്കെൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ തീരുന്ന പാട്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ TFA ആണ് ഇറക്കേണ്ട നെക്സ്റ്റ് ആയിട്ട്. കാരണം ആണോ? അല്ല അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എലിവേറ്റ് ഓൾറെഡി കുറച്ചുകൂടെ DS ഹെവി സോങ് ആയിരുന്നു. എലിവേറ്റ് കുറച്ചുകൂടെ മൈൽഡർ ആണ്. ESഉം മൈൽഡർ സൈഡിലാണ്. ES ലലബൈ ആണ് ആക്ച്വലി. പക്ഷെ TFA കംപ്ലീറ്റ്ലി വേറെ സാധനം. Yeah, I actually think we should like ES has enough structure to call it ES. Like TFA, I think like we can just take the riffs off and like discover the song. TFA എത്ര കംപ്ലീറ്റ് എനിക്ക് TFA the intro riff, there was a Nightmare intro riff and then a refurbished version which was I only remember that Nightmare intro riff. Yeah, the Nightmare. Like 6-minute demo on the TFA. Yeah. It's full. I have it. I say do. Demo on But still, even in that version, basically there's this intro and then there's this nice riff, which I mean, and then there's like this chorus, which and then from that portion onwards, there's a lot of good stuff. Yes, and then after that, ഇത് നമ്മൾ എവിടെ വായിച്ചേ? ഇത് എന്റെ തലയിൽ ഇപ്പോഴും സ്റ്റക്കാ ഈ സാധനം. ജാം ഹൗസിൽ കുറെ വായിച്ചിട്ടുണ്ട് TFA. And the night before Sarang. സർപ്രൈസിങ്. ഞാനിപ്പോ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിപ്പോഴും അതിപ്പോ തലയിൽ ഓർമ്മയുണ്ട് ഈ സാധനം. I don't know why the song was called Final Atonement or whatever, but the energy of the song is really nice in those sections. Like, ആ പേര് എന്തായാലും മാറ്റണം. Yeah, I don't even understand what that means. അതൊന്നും ഇല്ല ആക്ച്വലി, അതില് ലിറിക്സും വോക്കലും ഒന്നും ഇല്ല ഇപ്പൊ. Yeah. Not like it made a difference. I'm kidding. What about Dot? Dot also has structure, right? Dot also has structure, full on. Recording. We're giving away all of it. Yeah. Okay. Stop recording. Wind up. Stop recording. Wind up. There is conclusion. ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. Oh shit. But I said stay tuned, so I guess that was there. Anyway, I am still recording. If you want that, I am still recording. അന്നാ കുഴപ്പമില്ല. ഒരു conclusion പറ. Guys, so we have answered all the questions that we got on Instagram. So that was the purpose of this video. What the fuck, guys? Serious ആയിട്ട് പറയുമ്പോ അല്ല ഞാൻ ഇതിന്റെ രീതി കണ്ട് തിരിച്ചാ വേറൊന്നുമല്ല. We should probably like put this part of the video as like hyperlinks that people can actually fast forward in case it was the whole thing, so they get the important bits. Tell about Elevate. So releasing tomorrow. Okay. Yeah. So Elevate is releasing soon. Okay. So I don't know when you'll be watching this video. If you're watching it today, it's today. If you're watching it tomorrow. That's pretty much how we wrote the song. So. And just take some context. Where are we from? I mean, in what part of the world are all we talking to each other? Yeah. Okay. Yeah. We like 3 of us are sitting in the United States, and we are all sitting in different time zones, and we are doing this video. We've always been doing it like this. Usually we get together on calls just to listen to music and bitch about each other. But today it's the first day we are just doing this with a purpose, and we are trying to record something and capture some history of the band, and what we've been through, some transitions, like some memories that some people recall, and like some of it
which is even new to us. Like, that embarrassing moment when Sanil asked us if everybody knew where the name Symmetry came from. Yeah. Yeah, that is actually true. Yeah. And two of us are in India, Abhishek and I. So it's always been like this. Like, it'll be mornings for us, like at 7 a.m. and 6:30 a.m. and these guys are just chilling in the night. So it's been a different experience, but we always make sure that we take out time to do this somehow or the other, because that's how important it is for us. Like more than just the band, we are all like really good friends, I think. Like, we've known each Yeah. other for more than 10 years. Yeah. More than important, like I think it's just we just gravitate towards this because it's just a lot of fun, and we just Correct. like Yeah. we either all make know- music or listen to music and talk about it. So like it's one of the Yeah. two, and that just keeps us going. Like Elevate, Right. I mean, any of our songs is like the collection of all the good memories that we have. Through. Yes. Yeah. Yeah. So it's really exciting for us to do this song, because it's been stuck for a long time. I think like around 3 years. We finished the structure and we played it live so many times, but we've been wanting to release this but couldn't because of all these logistical issues. And And we've taken so actually, much effort. like Yeah. the new version of the song that we finally ended up on, we've never played live. So that's also interesting. Like Yeah. Right. what we Right. played That's a live good is thing. not what the actual song is right now. Yeah. So if anybody wants to hire us, arrange 3 tickets from US. അല്ലെങ്കിൽ ഇവിടെ from India arrange ticket to US. Yeah, please, any record label watching this, you can hire, like, book out a studio for us for a month, and we'd like to make new music. Let's hope Sumerian Records is listening. Oh, yeah. Sumerian Records മൊത്തം മലയാളമൊക്കെ കേട്ടിട്ട് അല്ല ഞാനിപ്പോ വേറെ കാര്യം മനസ്സിലാക്കിയ all of us are guitarists, right? Yeah, Right everybody now? plays guitar. kind of, yeah. Yeah. Weird. ആ fact like ശ്രദ്ധിച്ചോ? എന്താ All of us are guitarists ന്ന്. അല്ല അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു കേട്ടില്ല. അത് ഞാൻ ഇപ്പഴാ അത് നോട്ടീസ് ചെയ്തത് ആക്ച്വലി. ആ ഇപ്പൊ ഫുൾ ലൈനപ്പ് ചേഞ്ച് ഒക്കെ കഴിഞ്ഞിപ്പോ നമുക്ക് ബേസിസ്റ്റ് ഇല്ല. And for Oh. context, we mentioned Abby and Adi's name. So what are they doing now, kind of? Yeah. So Yeah. both of them are no longer part of the band. So like Adi went into professional playing for a bit. I think he was in 2 bands called Kaihon and Flaw and Order. Kaihon, Abhishek was also part of. He used to do synth for them. But then he decided that he wanted to take a break from music and from playing in bands. So he left all the bands that he was part of. He's still part of our WhatsApp group because, again, as we mentioned, we are friends. So he keeps popping up now and then with some comments about our content or whenever we are just randomly talking. So that's about Adi. Abby is in the US. I think he's doing research, I think. Sanil, I'm not sure exactly sure what kind of research he's doing, but yeah, he went for his higher studies in the US, and he's doing some research, and he's also doing some music as a solo artist, I think. You can find him as Dr. Rock. You'll find him on Instagram and I think Facebook. Yeah. And Yeah. And Symmetry is Sanil Edwin, Abhishek Daniel, Tom Thomas Paul, Neeraj Menon, and Roshan Naganathan. Yeah. Oh, okay. Recording stop അല്ലേ?